നമസ്തേ. നമ്മുടെ ക്രഷിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഒരു സൗജന്യ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ്റൂർ രവിവർമ്മ ഒന്ന്, പിന്നെ എം ഗോവിന്ദൻ, പിന്നീട് ആദ്യകാല ചെറുകഥകൾ. എന്താണെന്ന് വെച്ചാൽ ഈ 3 ടോപ്പിക്ക് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല കാലങ്ങളിലുള്ള കാര്യമാണ്. ഒന്ന് ഗദ്യമാണ്. അപ്പോൾ ഗദ്യത്തിൻ്റെ ഒരു ടോപ്പിക്ക് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യകാല ചെറുകഥകളുടെ ഒരു വിഷയം ഇട്ടേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഷയമാണത്. പിന്നെ ആറ്റൂർ രവിവർമ്മ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പറിന് എങ്ങനെയാണ് ഈ ക്രഷ് എന്ന് പറയുന്ന പ്രോഗ്രാം സഹായകമാകുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കവിയെക്കുറിച്ച് നമ്മൾ പറയണമല്ലോ, അല്ലെങ്കിൽ ഒരു സാഹിത്യകാരനെക്കുറിച്ച് നമ്മൾ പറയണമല്ലോ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. സെക്കൻഡ് പേപ്പറിനും കൂടെ, ഫസ്റ്റ് പേപ്പറിൽ എന്തായാലും അത് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പേപ്പറിലെ 5th യൂണിറ്റിലെ കവിത്രയാനന്തര കവികളെന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആറ്റൂർ രവിവർമ്മ എന്ന് പറയുന്ന വിഷയം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൂടാതെ നമുക്ക് സെക്കൻഡ് പേപ്പറിലും ഈ ക്രഷ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് പേപ്പറും മെച്ചപ്പെടുത്താൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കവിത അല്ലെങ്കിൽ ഒരു കവി വേണമല്ലോ. അതുകൊണ്ടാണ് ആറ്റൂരെ ഇട്ടിരിക്കുന്നത്. പിന്നെ എം ഗോവിന്ദൻ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് നമ്മളധികം കേരളത്തിലധികം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ കേരളത്തിലധികം സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു കവിയല്ല. കാരണം എം ഗോവിന്ദൻ ചരിത്രത്തിൽ മറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നൊക്കെ പേര് കേട്ട ഒരു കവിയാണ്. നമ്മുടെ CJ തോമസിനെ പോലെ തന്നെ. CJ തോമസ് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്നൊരു ആരോപണം കേട്ടിരുന്നോ അത്രത്തോളമോ അതിനേക്കാൾ ഏറെയോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്നുള്ള ആരോപണം കേട്ടിട്ടുള്ള ആളാണ് എം ഗോവിന്ദനെ ഞാനിവിടെ എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആറ്റൂർ കവിതകളെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആറ്റൂർ എന്ന കവിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ എം ഗോവിന്ദനാണ്. അതുകൊണ്ടാണ് എം ഗോവിന്ദനെ ഇന്ന് ഈ ടോപ്പിക്കിൽ കൂടി എടുത്തിരിക്കുന്നത്. അതായത് ആറ്റൂരിൻ്റെ കവിതകളുടെ പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഒരു സമഗ്രതയുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആറ്റിക്കുറുക്കലുണ്ടല്ലോ, അത് എം ഗോവിന്ദനിൽ നിന്ന് കിട്ടിയതാണ്. മാനുഷികതയും. അപ്പോൾ ഈ മാനുഷികതയും ആറ്റിക്കുറുക്കലും എം ഗോവിന്ദൻ ആറ്റൂരിന് സമ്മാനിച്ചത് കൊണ്ടാണ് നമ്മൾ ശരിക്കും ആറ്റൂരിനോടൊപ്പം എം ഗോവിന്ദനെ കൂടെ പഠനത്തിന് വിധേയമാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആറ്റൂരിനെ കുറിച്ച് നമുക്ക് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ മേഘരൂപൻ പഠിക്കുമ്പോൾ ആറ്റൂരിനെ കുറിച്ച് ആറ്റിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നൊക്കെ പറയുമല്ലോ. 1930, 2019 വരെ ജീവിച്ചിരുന്ന, 1930 മുതൽ 2019 വരെ ഏകദേശം ഒരു നൂറ്റാണ്ടോളം ജീവിച്ചിരുന്ന കവിയാണ് ആറ്റൂർ രവിവർമ്മ. പക്ഷേ ആറ്റൂരിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്കൊരു യുവാവിനെയാണ് ഓർമ്മ വരുന്നത്, അല്ലേ? അത് കവിതയുടെ യുവത്വം കൊണ്ടാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കവിതയിൽ നിത്യയൗവനം പാലിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് ആറ്റൂർ രവിവർമ്മ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആറ്റൂരിനെ കുറിച്ച് പറയുമ്പോൾ ആറ്റൂർ വളരെ യുവാവാണ് എന്ന് നമുക്ക് തോന്നുന്നത്. 2019 അദ്ദേഹം മരിച്ചു. ഏകദേശം ഒരു നൂറ്റാണ്ട്, 1930, 2019, ഏകദേശം ഒരു നൂറ്റാണ്ട്, 90 വർഷത്തോളം ജീവിച്ചിരുന്ന കവിയാണ് ആറ്റൂർ. ആധുനികതയിലേക്കുള്ള മലയാള കവിതയുടെ പ്രയാണത്തിൽ സ്വന്തം കവിതയുടെ ഊർജം ദ്രാവിഡ വേരുകളിലൂടെ സ്വീകരിച്ച കവിയായിരുന്നു ആറ്റൂർ രവിവർമ്മ. ദ്രാവിഡ വേരുകളിലൂടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്. ആറ്റൂർ എപ്പോഴും തൻ്റെ കവിത ആധുനികതയുടെ ചട്ടക്കൂടിലാണ് ഉറപ്പിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേരുകൾ എപ്പോഴും പാരമ്പര്യനിഷ്ഠമായിരുന്നു. നമ്മൾ മേഘരൂപം പഠിക്കുമ്പം പറയുന്നൊരു സാധനമുണ്ടല്ലോ, അണുധൂളി പ്രസാരത്തിൻ്റെ അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവ്വ പുണ്യത്തിൻ്റെ കയങ്ങളിൽ എന്നാണ്. അതായത് ആധുനികതയുടെ ലോകത്ത് ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വേരുകൾ എപ്പോഴും ദ്രാവിഡ സംസ്കാരത്തിലും ദ്രാവിഡീയമായ പാരമ്പര്യത്തിലും അധിഷ്ഠിതമായിരുന്നു എന്നാണ്. 1940കളുടെ അവസാനത്തിൽ എഴുതി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ശക്തമായ സ്വാധീനം കാണാം. അപ്പോൾ ആറ്റൂരും എഴുതി തുടങ്ങുമ്പോൾ 1940കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കണം, 1940 സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം വരേണ്ടുന്ന ഒരു കാലമാണ്, അല്ലേ? അപ്പോൾ ആ ഒരു നമ്മുടെ ചരിത്രവും സാമൂഹികവുമായ ചുറ്റുപാടുകളെക്കുറിച്ച്, രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചുകൂടെ നമ്മൾ നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ
സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ, അതോടൊപ്പം തന്നെ ജാതീയമായ അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം കൂടി കലർന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് സാധാരണ എഴുത്തുകാർക്ക് പ്രതിപത്തി തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ആറ്റൂരും എഴുതി തുടങ്ങിയത്. അപ്പോൾ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം, ഉള്ളൂർ അവാർഡ്, പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളൊരു കവിയാണ് ആറ്റൂർ രവിവർമ്മ. ആറ്റൂരിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കുകയാണ് കേട്ടോ. ഈ ഒരു നമ്മൾ ഓർത്ത് നോക്കണം, 1940 മുതൽ 2000 വരെ അല്ലെങ്കിൽ 2010 വരെ എഴുതിയിരുന്ന ഒരു കവിയിൽ നമ്മൾ എത്ര കവിതകൾ പ്രതീക്ഷിക്കാം. പക്ഷെ ആറ്റൂരിൽ അത്രയും കവിതകൾ നിങ്ങൾക്ക് കാണത്തില്ല. ദീർഘകാല കാവ്യ പാരമ്പര്യത്തിലും കവിതയുടെ എണ്ണത്തിൽ മിതത്വം പുലർത്തിയിരുന്നു ആറ്റൂർ. വളരെ കുറച്ചേ ഉള്ളൂ. വിഷം പോലെയും മരുന്ന് പോലെയുമാണ് എനിക്ക് കവിത, സദ്യ പോലെയല്ല എന്ന് പറയുന്നുണ്ട് ആറ്റൂർ. മനസ്സിലായി? വിഷം പോലെയും മരുന്ന് പോലെയുമാണ് എനിക്ക് കവിത, സദ്യ പോലെയല്ല എന്നാണ്. അത്ര മൃഷ്ടാന്നം ഭുജിക്കാനുള്ള ഒന്നല്ല എൻ്റെ കവിത, ധാരാളിത്തമല്ല എൻ്റെ കവിത. നിങ്ങൾക്ക് കച്ചിട്ട് നന്നായിട്ട് കയ്പുള്ള അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ്. വിഷം പോലെയും മരുന്ന് പോലെയുമാണ് എനിക്ക് കവിത, സദ്യ പോലെയല്ല എന്നാണ്. ഒറ്റയ്ക്കാകുമ്പോൾ, ഇരുട്ടിലാകുമ്പോൾ, ഉറക്കം വരാത്തപ്പോൾ ഞാൻ കവിത എഴുതുന്നു എന്നാണ് ആറ്റൂർ പറഞ്ഞത്. ഒറ്റയ്ക്കാകുമ്പോൾ, ഇരുട്ടിലാകുമ്പോൾ, ഉറക്കം വരാത്തപ്പോൾ ഞാൻ കവിത എഴുതുന്നു. ഒറ്റയ്ക്കാകുമ്പോഴും ഇരുട്ടിലാകുമ്പോഴും ഉറക്കം വരാത്തപ്പോഴുമാണ് ഞാൻ കവിത എഴുതുന്നതെന്ന് ആറ്റൂർ പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സ്വത്വ സന്നിഗ്ധത, അതായത് അവനവനെക്കുറിച്ചുള്ള തന്നെ ഒരു ആകുലത. ഒറ്റയ്ക്കാകുമ്പോൾ, ഇരുട്ടിലാകുമ്പോൾ, ഉറക്കം വരാത്തപ്പോൾ ഞാൻ കവിത എഴുതുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന സ്വത്വ പ്രതിസന്ധികളിലേക്ക് അല്ലെങ്കിൽ സ്വത്വ സന്നിഗ്ധതകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഭയവും നിരാശയും ഭീതിതമായ ഒരുപാട് അനുഭവങ്ങളും അല്ലെങ്കിൽ ഓർമ്മകളും അല്ലെങ്കിൽ ചിന്തകളും സ്വപ്നങ്ങളും അദ്ദേഹത്തെ വേട്ടയാടുന്നതായിട്ട് നമുക്ക് ഈ വാക്കുകളിൽ നമുക്ക് മനസ്സിലായില്ല. ഒറ്റയ്ക്കാകുമ്പോൾ, ഇരുട്ടിലാകുമ്പോൾ, ഉറക്കം വരാത്തപ്പോൾ ഞാൻ കവിത എഴുതുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NV കൃഷ്ണവാര്യരുടെയും NN കക്കാടിൻ്റെയും അതുപോലെ M ഗോവിന്ദൻ്റെയും ശക്തമായ സ്വാധീനം നമുക്ക് ആറ്റൂർ കവിതകളിൽ കാണാം. NV കൃഷ്ണവാര്യരെ നമുക്ക് പഠിക്കാനുള്ള ആളാണ്. നമ്മളിനി വിശദമായിട്ട് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ NV കൃഷ്ണവാര്യരെക്കുറിച്ച്. NV കൃഷ്ണവാര്യരുടെയും NN കക്കാടിൻ്റെയും. NN കക്കാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സഫലം ഈ യാത്രയൊക്കെ എഴുതിയ ആൾ. NN കക്കാടിൻ്റെയും M ഗോവിന്ദനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ശക്തമായ സ്വാധീനം ആറ്റൂർ കവിതകളിൽ കാണാം. ഈ M ഗോവിന്ദൻ ഇവിടെ തന്നെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ M ഗോവിന്ദൻ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ഒരാളായതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. റിയലിസത്തോടും ആധുനികതയുടെയും ഒപ്പം നേരിയ കാൽപ്പനികതയുടെയും ചേർന്ന ബിംബ സാന്നിധ്യം ആറ്റൂരിൻ്റെ മുഖമുദ്രയായത് ഇതുകൊണ്ടാണ്. അതായത് NN കക്കാടിലുള്ള ഒരു ചെറിയ കാൽപ്പനികതയുണ്ട്. റിയലിസ്റ്റിക് സ്വഭാവം NN കക്കാടിലുള്ളപ്പോൾ തന്നെ NN കക്കാടിലൊരു ചെറിയ കാൽപ്പനിക സ്വഭാവം, അല്ലെങ്കിൽ ആർദ്രമേ ധനുമാസരാവുകളിൽ ഒന്നിൽ ആതിര വരും പോകുമല്ലേ സഖി എന്ന് വളരെ പ്രണയാതുരമായി പാടുണ്ടല്ലോ. അപ്പോൾ NN കക്കാടിലൊരു ചെറിയ കാൽപ്പനിക സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ NV കൃഷ്ണവാര്യരിൽ സമ്പൂർണ്ണമായ റിയലിസ്റ്റിക് സ്വഭാവം നമുക്ക് കാണാം. അതേസമയം ആധുനികമായ പ്രവണതകളും ഇവർ രണ്ടുപേരിലുമുണ്ട്. ഇതെല്ലാമുണ്ട് M ഗോവിന്ദൻ്റെ കവിതകളിൽ. എല്ലാ സ്വഭാവ സവിശേഷതകളും ഒരുപോലെയുള്ള കവിതകൾ. അതുകൊണ്ടാണ് ആറ്റൂരിൽ ഈ കാൽപ്പനികതയുടെ ചെറിയ അംശം കൂടി ചേർന്ന ബിംബകൽപ്പനകളൊക്കെ നമുക്ക് കാണുന്നത്. നിങ്ങൾ വിചാരിക്കും ആറ്റൂർ പ്രണയത്തെക്കുറിച്ച്, പ്രണയവുമായി ബന്ധപ്പെട്ട കവിത എഴുതിയിട്ടുണ്ടോ എന്ന്? ഇല്ലേ, ഉണ്ട്. നഗരത്തിലൊരു യക്ഷൻ എന്ന് പറയുന്ന കവിത, നമ്മളത് നോക്കൂ കേട്ടോ. അപ്പോൾ ആറ്റൂരിൻ്റെ കവിതകളിൽ പല പരിണാമഘട്ടങ്ങളിലൂടെ കടന്നു പോയതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ 1957 മുതൽ 1966 മേഘരൂപൻ എഴുതുന്നത് വരെയുള്ള കാലം. മേഘരൂപൻ മറ്റൊരു കാലഘട്ടത്തിലെ കവിതയാണ്. 1957 മധുരം എന്ന് പറയുന്ന കവിത മുതൽ മേഘരൂപന് തൊട്ടു മുമ്പ് വരെയുള്ള കാലം. ആ കാലത്താണ് നഗരത്തിലൊരു യക്ഷൻ, പേടി, ഭ്രാന്ത് തുടങ്ങി ഉള്ള കവിതകളെല്ലാം അദ്ദേഹം എഴുതുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്ന ഭാവിയിൽ മുതിരാനുള്ള കാവ്യ അഭിരുചിയുടെ, അദ്ദേഹത്തിന് ഈ ഭാവിയിലേക്ക് വളർന്നു വരാനുള്ള ഒരു കാവ്യ അഭിരുചിയുടെ ഒരു വിജ്ഞാനപ്പെടുത്തൽ എന്നുള്ള നിലയിലാണ് ഈ കവിതകളെ നമ്മൾ കാണേണ്ടത് എന്നാണ് പൊതുവായൊരു പക്ഷം. 1957 മുതൽ
അദ്ദേഹത്തിൻ്റെ മധുരം എന്ന് പറയുന്ന കവിത മുതൽ മേഘരൂപന് തൊട്ട് മുമ്പ് വരെയുള്ള കവിത. ആ കാലത്താണ് നഗരത്തിലെ രക്ഷനും പേടിയും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വത്ത് സന്നിഗ്ധതയും ഭയവും നിരാശയും ഒക്കെ വായനക്കാരൻ്റെ മുന്നിലേക്ക് വെച്ച അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം ആ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. ഈ 1966 എന്ന് പറയുന്ന കാലഘട്ടം മുതൽ അത് മേഘരൂപൻ്റെ കാലഘട്ടമാണ്. 1966 എന്ന് പറയുമ്പോൾ 1960 കുരുക്ഷേത്രം എഴുതുന്നത് അല്ലേ അയ്യപ്പ പണിക്കർ. 1969 ഖസാക്കിൻ്റെ ഇതിഹാസം ഉണ്ടാകുന്നത്. 1966 മേഘരൂപൻ. ഇപ്പോൾ 1966 മേഘരൂപൻ എഴുതുന്നത് മുതൽ 1984 വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് ഏറ്റവും തീക്ഷ്ണമായ ആറ്റൂർ കവിതയുടെ ഘട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഏറ്റവും മനോഹരമായ, ഏറ്റവും സംക്രമണം എന്ന് പറയുന്ന അസാധ്യമായ കവിത. അത് സംക്രമണം എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, സംക്രമണം എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് സച്ചിദാനന്ദൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിപ്ലവാത്മകമായ വെളുത്ത മന്ത്രവാദം എന്നാണ് സച്ചിദാനന്ദൻ ആ കവിതയെ വിശേഷിപ്പിച്ച്. സംക്രമണം എന്ന് പറയുന്ന ആറ്റൂരിൻ്റെ കവിതയെ വിപ്ലവാത്മകമായ വെളുത്ത മന്ത്രവാദം എന്ന് വിശേഷിപ്പിച്ച സംക്രമണം എന്ന് പറയുന്ന കവിത. എൻ്റെ ഇടയിൽ അങ്ങോട്ട് പോയി എല്ലാം തിരിയും കേട്ടോ. ഓട്ടോവിൻ പാട്ട് ഒക്കെ എഴുതിയത് ഈ പാരമ്പര്യത്തെയും ആധുനികതയെയും ബന്ധിപ്പിക്കുന്ന ഒരു കവിതയാണ് ഓട്ടോവിൻ പാട്ട്. അതൊക്കെ എഴുതിയത് ഈ കാലഘട്ടത്തിലാണ്. പിന്നെ അത് 94 ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ 94, അത് കഴിഞ്ഞ് 84 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നാട്ടിൽ പാർക്കാത്ത ഇന്ത്യക്കാരൻ തുടങ്ങിയിട്ടുള്ള കവിതകളൊക്കെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്ന കവിതകളൊക്കെ വളരെ സൗമ്യവും സൂക്ഷ്മവുമാണ്. പരിപാകം വന്നൊരു കവിയാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ശരിക്കും ഈ ദീർഘകാല കാവ്യപാരമ്പര്യത്തിലും 157 കവിതകൾ മാത്രം എഴുതിയൊരു കവിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏകദേശം 80 വർഷത്തോളം കവിത, 80 വർഷമില്ല, ഒരു 60 വർഷത്തോളം അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ടായിരിക്കും, സജീവമായിട്ടുണ്ടായിരിക്കണം കാവ്യ ലോകത്ത്. പോട്ടെ, 50 വർഷമെങ്കിലും ആയിക്കോട്ടെ. ഈ 50 വർഷത്തെ കാവ്യപാരം നമ്മൾ പറഞ്ഞല്ലോ, 2019 അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതി തുടങ്ങിയത് 1940 അപ്പോൾ 1940 മുതൽ എഴുതി തുടങ്ങിയ ഒരു കവി 2000 വരെ എഴുതുക എന്ന് തന്നെ ഇരിക്കട്ടെ. അത്രയും കാലഘട്ടത്തിനിടയിൽ 157 160 കവിതകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് മരുന്ന് പോലെയും വിഷം പോലെയുമാണ് എനിക്ക് കവിത, സദ്യ പോലെയല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. എത്രമാത്രം ആറ്റിക്കുറുക്കൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും നമ്മൾ അവിടെയാണ്. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ഈ പരിണാമഘട്ടത്തെ നമുക്ക് വിഭജിക്കാമെന്നാണ് ചിന്തകന്മാർ, കാവ്യ ചിന്തകന്മാർ പറയുന്നത് കേട്ടോ. ഇങ്ങനെ 3 ഘട്ടം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 57 മുതൽ 66 വരെ. ഇതൊന്നും നിങ്ങൾ അത്രയും വിശദമായിട്ടൊന്നും അറിയണ്ട. എന്നാലും മേഘരൂപൻ്റെ കാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിലാണ് അദ്ദേഹം മേഘരൂപൻ എന്ന് പറയുന്ന 1966 മേഘരൂപൻ എന്ന് പറയുന്ന കവിത എഴുതുന്നത്. ഓക്കെ, ഇനി ആറ്റൂര് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ എഴുതി വെച്ച ഓർഡറിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ആറ്റൂർ പറയുന്നു, ഒറ്റയ്ക്കാകുമ്പോൾ, ഇരുട്ടിലാകുമ്പോൾ, ഉറക്കം വരാത്തപ്പോൾ ഞാൻ കവിത എഴുതുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. ആറ്റൂർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. വിഷം പോലെയും മരുന്ന് പോലെയുമാണ് എനിക്ക് കവിത, സദ്യ പോലെയല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അടുത്ത എന്താണെന്ന് പറയട്ടെ, ഞാനൊരു സെല്ലിൽ സംസാരിക്കുന്നവനാണ്, പൊതുയോഗത്തെ അഭിമുഖീകരിക്കുന്നവനല്ല. ഞാനൊരു സെല്ലിനകത്താണ് സംസാരിക്കുന്നത്, പൊതുയോഗത്തെ അഭിമുഖീകരിക്കുന്നവനല്ല. അടുത്ത കവിതയുടെ തന്നെ വരിയാണ് കേട്ടോ. സ്വകാര്യം എന്ന് പറയുന്ന കവിതയിൽ ആറ്റൂർ പറഞ്ഞിട്ടുള്ളത്, വേഗം നടക്കുന്നൊരാളുകളെല്ലാവരും ഞാനൊരു അമാന്ത കൊടിമരമല്ലോ. ഇവർ നമുക്ക് വേറെ ആവശ്യമുണ്ട് കേട്ടോ. വേഗം നടക്കുന്നൊരാളുകളെല്ലാവരും, എല്ലാ ആളുകളും എല്ലാവരും അങ്ങനെയാണല്ലോ, വേഗത്തിൽ നടക്കുകയാണ്, ഓട്ടമാണ് എല്ലാവർക്കും. ഞാനൊരു അമാന്ത കൊടിമരമല്ലോ എന്നാണ്. ഞാനൊരു അമാന്തക്കാരനാണ്, ഞാൻ വളരെ പതുക്കെ മാത്രം. ഒരേ നാവ് കൊണ്ട് ഞാൻ പല ഭാഷകൾ മൊഴിയുന്നു. ആറ്റൂരിൻ്റെ വേറൊരു വാക്യമാണ്. ഒരേ നാവ് കൊണ്ട് ഞാൻ പല ഭാഷകൾ മൊഴിയുന്നു എന്നാണ് ആറ്റൂർ പറഞ്ഞിട്ടുള്ളത്. ഒരേ നാവ് കൊണ്ട് ഞാൻ പല ഭാഷകൾ മൊഴിയുന്നു.
മൗനത്തിൽ നിന്നാണ് എൻ്റെ കവിത പിറക്കുന്നത്. അത് മാറ്റുവിൻ്റെ ഒരു സെൻറ്റൻസാണ്. മൗനത്തിൽ നിന്നാണ് എൻ്റെ കവിത പിറക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൊട്ടേഷനായിട്ടൊക്കെ ഉപയോഗിക്കാം. മൗനത്തിൽ നിന്നാണ് എൻ്റെ കവിത പിറക്കുന്നത് എന്ന് പറഞ്ഞ ആറ്റൂർ, അല്ലെങ്കിൽ എന്നാണ് ആറ്റൂർ തൻ്റെ കവിതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. ഈ വിഷം പോലെയും മരുന്ന് പോലെയൊക്കെ നിങ്ങൾ എഴുതുന്ന സാധനങ്ങളാണ്. എന്നാലും വേറൊരു പാരമ്പര്യം എന്ന് പറയുന്ന കവിതയുടെ വരി വായിക്കട്ടെ. മുത്തച്ഛന് പഥ്യം വരകളും കുറികളുമുള്ള ബ്രിട്ടീഷ് കൊടി. അദ്ദേഹം അംശമധികാരിയായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ 3 നിറമുള്ള കൊടി. അദ്ദേഹം സ്വാതന്ത്ര്യ സമര ഭടനായിരുന്നു. ഞാൻ പിടിച്ചത് ചെങ്കൊടി. എൻ്റെ പേരൻ്റെ കയ്യിൽ 50 നക്ഷത്രമുള്ള അമേരിക്കൻ ഐക്യനാട് കൊടി. ആണ് പാരമ്പര്യം എന്ന് പറയുന്ന കവിതയിൽ പറയുന്നത്. കാലം മാറുന്ന അനുസരിച്ച് നമ്മുടെ വീക്ഷണം, നമ്മുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഗൃഹാതുരം എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പങ്ങൾ ഒക്കെ മാറുന്നത് എങ്ങനെയാണ് എന്ന് വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ. വരകളും കുറികളുമുള്ള ബ്രിട്ടീഷ് കൊടിയായിരുന്നു അംശമധികാരിയായ എൻ്റെ മുത്തശ്ശൻ പിടിച്ചിരുന്നത്. എൻ്റെ അച്ഛനും പിടിച്ചിരുന്നത് 3 നിറമുള്ള കൊടി. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ആയിരിക്കുമല്ലോ, ആ ഒരു കാലഘട്ടം ഓർക്കണം. ഞാൻ പിടിച്ചത് ചെങ്കൊടി. എൻ്റെ പേരൻ്റെ കയ്യിൽ, പേരൻ എന്ന് പറയുന്ന വാക്കുണ്ടോ, അത് പ്രാദേശികമായൊരു പ്രയോഗമാണ്. എൻ്റെ ചെറുകുട്ടിയുടെ കയ്യിൽ 50 നക്ഷത്രങ്ങളുള്ള അമേരിക്കൻ ഐക്യനാട് കൊടി. അതാണ് പാരമ്പര്യം എന്ന് പറയുന്ന കവിത പറയുന്നത്, ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്. ഇനി നമ്മൾ ആറ്റൂരിൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച്, ആറ്റൂർ ശൈലിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ആറ്റൂർ എഴുതുമ്പോൾ നമ്മൾ ഈ ആറ്റൂർ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ആറ്റൂരിൻ്റെ ശൈലിക്ക് എന്ത് പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ആറ്റൂരിൻ്റെ എഴുത്ത് രീതിക്ക് എന്ത് പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ആറ്റൂർ ശൈലിയെക്കുറിച്ച് പറയാം നമുക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാരമ്പര്യത്തെയും ആധുനികതയെയും ബന്ധിപ്പിക്കുന്ന ഒരു രീതി ആറ്റൂരിനുണ്ട്. ആധുനികമാണ് ആറ്റൂരിൻ്റെ കവിത. ആധുനികമായിരിക്കുമ്പോഴും മുങ്ങിക്കിടന്നു ഞാൻ നീ പൂർവ്വപുണ്യത്തിൻ്റെ കയങ്ങളിലെന്ന് പറയുന്നത് പോലെ ആറ്റൂര് നാടൻ ശീലികളോട് അസാധാരണമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളാണ്. നാടൻ ശൈലികൾ, അതോട് അസാധാരണമായ അടുപ്പം പുലർത്തിയിരുന്നു, ശീലികൾ, വരികളോട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സങ്കീർണമായ ആശയങ്ങളെ വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, അന്ധർനിൻ മേഘരൂപൻ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എന്ന് പറയുന്ന ഒരു സാധനം, അന്ധന്മാർ ആനയെ കാണും പോലെ എന്ന ഒരു നാടൻ പ്രയോഗം, ഒരു ശൈലി ആണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ, അന്ധന്മാർ ആനയെ കാണും പോലെ നിന്നെക്കുറിച്ച് പലരും പലത് പറഞ്ഞേക്കാം. അതായത് വ്യത്യസ്ത ബഹുരൂപിയായ ഒരു, അല്ലെങ്കിൽ ബഹുരൂപ വ്യാഖ്യാനങ്ങളുള്ള പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരു നിരൂപകൻ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന, സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാവുന്ന ഈ ബഹുരൂപ വ്യാഖ്യാനങ്ങളുള്ള പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവി. അദ്ദേഹം അന്ധന്മാർ ആനയെ കാണും പോലെയാണ് നിരൂപകന്മാർ അദ്ദേഹത്തെ അവിടെ തൊട്ട് നോക്കിയത് എന്ന് പറയുമ്പോൾ, പി കുഞ്ഞിരാമൻ നായരുടെ ഒരു വലിപ്പവും അദ്ദേഹത്തിന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത, ഭാഗികമായി മാത്രം കാണുന്ന നിരൂപകന്മാരുടെ ഒരു അല്പത്വവും ഒക്കെ അവിടെ വ്യക്തമായി വരികയാണ്. അപ്പോൾ ആ സങ്കീർണമായ പ്രശ്നങ്ങളെ വളരെ സ്വാഭാവികമായി ആവിഷ്കരിക്കുന്നത് ആ ശൈലിയിലൂടെയാണ്. അതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അതൊന്നാമത്തെ കേട്ടോ, നാടൻ ശൈലികളോടുള്ള അടുപ്പം ഒന്നാമത്തത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ആറ്റൂർ മാത്രമായി പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. താളലയങ്ങളും പദക്കൊഴുപ്പും അലങ്കാരങ്ങളും കുറഞ്ഞ ശൈലി. ഒരു പദക്കൊഴുപ്പൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വരട്ടെ, ഇപ്പോൾ ചങ്ങമ്പുഴയെ ഞാൻ ഉദാഹരിക്കുന്ന, ചങ്ങമ്പുഴ മോശം കവിയായിട്ടല്ല കേട്ടോ. ഇപ്പോൾ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ, നമ്മളെ സഞ്ജയൻ കളിയാക്കിയ ഇഞ്ച എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അല്ല പോട്ടെ. കനകച്ചിലങ്ക കിലിങ്ങി കിലിങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, ആ ശബ്ദം കൊണ്ടുള്ളൊരു ആർഭാടമുണ്ടല്ലോ, ഇതൊന്നും നമ്മൾ ആറ്റൂർ കവിതയിൽ കാണില്ല. സ്വാഭാവികമായ ഭാഷ, ന്യൂനോക്തി ഭാഷ സ്വീകരിക്കും. ഏറ്റവും കുറച്ചങ്ങനെ പറയാം എന്നാണ് അദ്ദേഹം നോക്കുന്നത്. കൂടുതൽ പറയലല്ല, കുറച്ച് പറയലാണ് അദ്ദേഹത്തിൻ്റെ. ആറ്റിക്കുറുക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടി മൂന്നാമത്തെ സ്ഥാനം താളലയങ്ങൾ. ഒന്ന് നാടൻ ശൈലികളോട് അടുപ്പം, 2 താളലയങ്ങളും പദക്കൊഴുപ്പും അലങ്കാരങ്ങളും കുറഞ്ഞ ശൈലി, 3 ആറ്റിക്കുറുക്കി അവതരിപ്പിക്കാൻ ഇമേജുകൾ
തേടുന്നു. കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ, ഇമേജ് വയ്ക്കുമ്പോൾ കുറച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇമേജുകൾ വയ്ക്കും, ധാരാളം ഇമേജുകൾ അദ്ദേഹം വയ്ക്കും. ഇമേജുകളെ തന്നെ നമ്മൾ യാത്രാബിംബങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അസാധ്യമായ പദനിഷ്ഠയാണ്. പദനിഷ്ഠ എന്ന് പറഞ്ഞാൽ കർക്കശമായ പദനിഷ്ഠ. കർക്കശമായ പദനിഷ്ഠ എന്ന് പറയുന്നത് വളരെ വെട്ടി ചുരുക്കി സംക്ഷിപ്തമാക്കി വേണമെന്ന് തോന്നുന്ന സാധനത്തെ മാത്രം അവതരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക്, അതാണ് സംക്ഷിപ്തമായ അല്ലെങ്കിൽ കർക്കശമായ പദനിഷ്ഠ. പിന്നെ യാത്രാബിംബങ്ങൾ, സംഗീത ബിംബങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. യാത്രാബിംബങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ യാത്രാബിംബങ്ങൾ ധാരാളം, നമ്മൾ പഠിച്ചതിൽ തന്നെ യാത്രാബിംബങ്ങളുണ്ട്. ഞാൻ പറയട്ടെ എന്താണെന്ന് വെച്ചാൽ, യാത്രാബിംബങ്ങൾ നമ്മൾ പഠിച്ചത് ഇരുട്ടിൻ്റെ കൂടെ നടപ്പൂ നീ, നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകൻ, ഏതോ ആ സഞ്ചാരം, അതാണ് യാത്രാബിംബം. കണ്ടോ, ഇരുട്ടിൻ്റെ കൂടെ നടപ്പു നീ എന്ന് ഒരു വരിയിലുണ്ട്. 1.5 നാഴിക പോയപ്പോൾ എന്ന് യാത്രാബിംബമുണ്ട്. തിന്നുവാനില്ലാതെ അലഞ്ഞു പിന്നെ, പെണ്ണിൻ്റെ കൂടെ അലഞ്ഞു പിന്നെ, മുന്നേ പിന്നെ എന്ന് പറയുന്ന കവിതയിൽ അങ്ങനെ യാത്രാബിംബങ്ങൾ ധാരാളമായിട്ട് പ്രയോഗിക്കുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ട്. അതാണ്. പിന്നെ തമിഴ് പദങ്ങളുടെ ധാരാളിത്തം. ഇദ്ദേഹം നിങ്ങൾക്കറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, ഇദ്ദേഹം തമിഴ് വിവർത്തകൻ കൂടിയാണ്. തമിഴ് ഗ്രന്ഥങ്ങളുടെ വിവർത്തനം നടത്തിയിട്ടുണ്ട്. ആറ്റൂർ അവസാന കാലങ്ങളിലൊക്കെ വിവർത്തകനായിട്ടാണ്. കാരണം എം ഗോവിന്ദൻ, നമ്മൾ പറഞ്ഞില്ലേ, ആറ്റൂരിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എം ഗോവിന്ദൻ മദ്രാസിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ആറ്റൂരും കുറച്ചു കാലം മദ്രാസിലായിരുന്നു, അപ്പോൾ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തമിഴ് ഗ്രന്ഥങ്ങളുടെ വിവർത്തനം, ആറ്റൂർ തമിഴ് ആയിട്ടൊരു ബന്ധം വരെ തമിഴ് ഗ്രന്ഥങ്ങളുടെ വിവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തമിഴ് പദങ്ങളുടെ ധാരാളിത്തം നമുക്ക് കാണാം. പേശിക, ഊര്, പേരൻ, നമ്മൾ നേരത്തെ എൻ്റെ പേരന് എന്ന് പറഞ്ഞില്ലേ, പേരൻ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ ആ തമിഴ് പദങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ആറ്റൂരിൻ്റെ ദേശമുദ്രയുള്ള പദാവലികൾ നമുക്ക് ധാരാളം കാണാം. ഒരു പൊന്നാനി ശൈലി ആറ്റൂരിൻ്റെ നമുക്ക് ധാരാളമായിട്ട് ഇതിനകത്ത് കാണാം. അത് ഇറയം, ഉമ്മറം, തളം, നിഷ്കർഷ, പൂട്ടുക, അടയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇതെല്ലാം ഇഷ്ടംപോലെ നമുക്ക് ആറ്റൂർ കൃതികളിൽ കാണാം. പിന്നെ പ്രയോഗങ്ങൾ, ശൈലിയും പ്രയോഗവും നമ്മൾ മേഘരൂപൻ പഠിക്കുന്നതാണ്. മൂക്കോളം കടം വന്നു, മുലയോളം കടം വന്നു, ചെവിവട്ടം പിടിക്കുക, ചൊല്ലിയാടുക തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, ശൈലികൾ. പിന്നെ ഫോക്ക് പദാവലി, അതായത് നാടോടി വഴക്കമുള്ള പദാവലികൾ. പൂരം കഴിഞ്ഞു കുതിര, രാവൊരു ചെമ്പട്ടുടുക്കുന്നു ദേശക്കുതിര, പൂരം കഴിഞ്ഞ കുതിര, രാവൊരു ചെമ്പട്ടുടുക്കുന്നു ദേശക്കുതിര തുടങ്ങിയിട്ടുള്ള ഇത് ഓരോന്നും ഓരോ പദമാണ്, ഓരോ ഫോക്ക് പദാവലിയാണ് കേട്ടോ, ഫോക്ക് പദമാണ്. പൂരം കഴിഞ്ഞ കുതിര നാടോടിത്തവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. രാവൊരു ചെമ്പട്ടുടുക്കുന്നു എന്ന് പറയുന്നതും ശരിക്കും ചെമ്പട്ടുടുത്ത രാവ് എന്ന് പറയുന്നതൊക്കെ ഒരു ഫോക്കിൻ്റെ ഒരു രീതിയാണ്. ദേശക്കുതിര. പിന്നെ വായ്മൊഴിയെ വരമൊഴി പോലെ പ്രയോഗിക്കുന്നു. വെൺമണി പാരമ്പര്യം അല്ലെങ്കിൽ പച്ച മലയാള ഭാഷ എന്ന് നമുക്ക് പറയാവുന്ന വിധത്തിൽ വെൺമണി കവികളുടെ ഭാഷാപരമായ പ്രത്യേകത നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ വായ്മൊഴിയെ വരമൊഴിയാക്കുന്നു. ഇത് കൃഷ്ണഗാഥയിൽ നമുക്ക് കാണാം. കൈതേ ഞാൻ നിന്നോട് മെല്ലെന്ന് ചോദിച്ചാൽ കൈതവം കൈവിട്ടു ചൊല്ലേണം നീ എന്ന് കൃഷ്ണഗാഥയിലെ വായ്മൊഴിയെ വരമൊഴിയാക്കുന്നത്. അതുപോലെ വെൺമണിക്കവികൾ വായ്മൊഴിയെ എപ്പോഴും വരമൊഴിയാക്കി ഉപയോഗിക്കും. എന്താണ്, ബാലശിക്ഷയ്ക്ക് അലട്ടുന്നു, കത്തിൻ്റെ രൂപത്തിലൊക്കെ ബാലപുത്രി സരസ്വതി, അതുപോലുള്ള സാധനങ്ങളൊക്കെ വായ്മൊഴിയാണ്, അതിനെ വരമൊഴിയാക്കി ഉപയോഗിക്കും. അതുപോലെ ഇവിടെയും ഞാനൊരു അമാന്ത കൊടിമരമല്ലോ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടെടോ, എടോ എന്ന് പറയുന്ന ആ പ്രയോഗം, അതാണ്. രണ്ട് കൊട്ടേഷൻ വായിക്കട്ടെ. ചങ്ങമ്പുഴയ്ക്ക് മുമ്പുള്ള തെളി മലയാളത്തിൻ്റെ കാവ്യ പൈതൃകമാണ് ആറ്റൂരിൻ്റേത്. പൂന്താനം, ശീവൊള്ളി, കുണ്ടൂർ, പെൺമണി തുടങ്ങിയ കവികളുടെ പദത്തുടർച്ചയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണുക. KC നാരായണൻ്റെ കൊട്ടേഷനാണ്. അധികമോ കുറമോ ആയ ഭാഷകൾക്കിടയിൽ അലസതയുടെ അണുബാധയില്ലാത്ത കാവ്യഭാഷ ഭാഷയ്ക്കുള്ളിൽ ഒരു ആൻറ്റിബോഡി നിർമ്മിക്കുകയാണ് എന്ന് ആറ്റൂരിൻ്റെ ഭാഷയെക്കുറിച്ച് കൽപ്പറ്റ നാരായണൻ പറയുന്നു. ഈ കൊട്ടേഷനൊക്കെ ഞാൻ നോട്ടിലുണ്ട്, അതൊക്കെ ഞാൻ ഇട്ടുതരാം കേട്ടോ. പിന്നെ ഭാഷയും ഞാനും തമ്മിലുള്ള തർക്കത്തിൽ നിന്നും നർമ്മത്തിൽ നിന്നും ചങ്ങാത്തത്തിൽ നിന്നും ഉണ്ടാകുന്നതെന്തോ അതെൻ്റെ കവിത.
എന്നാണ് ആറ്റൂർ പറയുന്നത്. ഭാഷയും ഞാനും തമ്മിലുള്ള തർക്കത്തിൽ നിന്നും നർമ്മത്തിൽ നിന്നും ചങ്ങാത്തത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്തോ അതെൻ്റെ കവിത എന്ന് ആറ്റൂർ പറയുന്നു. പദങ്ങൾ അത് ആറ്റൂരിൻ്റെ തന്നെ വാചകമാണ് കേട്ടോ. പദങ്ങൾ കോർക്കുന്നത് പരിചിത വൃത്തങ്ങളുടെ ചിട്ടയിലല്ല, പതിഞ്ഞൊരു താളക്രമത്തിലാണ്. ആഴത്തിൻ്റെ തുളുമ്പാത്ത താളക്രമം എന്നാണ് എം ഗംഗാധരൻ ആറ്റൂരിൻ്റെ ശൈലിയെക്കുറിച്ച് പറയുന്നത്. ഇത്രയും ആറ്റൂരിൻ്റെ ശൈലി. ഈ ആധുനികതയുമായിട്ട് സന്ധി പ്രാപിക്കൽ, ആറ്റൂർ ആധുനികതയുമായിട്ട് സന്ധി പ്രാപിക്കുന്ന ഒരു കാലം എന്ന് നമ്മൾ പറയുന്നത് 1965 മുതൽക്കാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ മേഘരൂപൻ്റെ കാലം മുതൽ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആറ്റൂരിൻ്റെ ഉള്ളിലൊരു, അതിന് തൊട്ട് മുമ്പ് ആറ്റൂരിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഇരുണ്ട ദർശനങ്ങൾ മുഴുവൻ നമ്മൾ അവിടെ കാണുന്നുണ്ട്. തുടർന്നും കുറച്ച് കവിതകളിൽ അത് കാണുന്നുണ്ട്. ആധുനികതയുമായിട്ട് സന്ധി പ്രാപിക്കുന്ന കാലത്ത്, അതായത് ഭ്രാന്ത്, മധുരം, പേടി തുടങ്ങിയ കവിതകളിലൊക്കെ ഇതുണ്ട്. വാക്കുകൾ കൊണ്ട് തന്നെ ആറ്റൂർ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ചോര, ഇറച്ചി, ചെടിപ്പ്, ശവം തുടങ്ങിയ പ്രയോഗങ്ങൾ. ഉണ്ണുമ്പോൾ ഉരുളയിൽ ചോര, മനസ്സിൽ മുത്തശ്ശൻ്റെ ജലപ്പിശാച്, ചുറ്റിലും ശവം തുടങ്ങിയ കാവ്യപ്രയോഗങ്ങളൊക്കെ ആറ്റൂരിൻ്റെ ഈ മരണത്തോടുള്ള ഒരു അഭിനിവേശം, അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു അദൃശ്യ സാന്നിധ്യമൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആറ്റൂരിൻ്റെ 1966 എഴുതിയ കവിതയാണല്ലോ മേഘരൂപൻ. ഈ മേഘരൂപൻ എന്ന് പറയുന്ന കവിത അനുഷ്ഠിപ്പ് വൃത്തത്തിലാണ് ആറ്റൂർ എഴുതിയിരിക്കുന്നത്. അതായത് അനുഷ്ഠിപ്പ് വൃത്തം എന്ന് പറയുന്ന ചങ്ങമ്പുഴ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വൃത്തമാണ് അനുഷ്ഠിപ്പ് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രസാദാത്മകത കുറഞ്ഞ ഒരു വൃത്തമാണ് അനുഷ്ഠിപ്പെന്നാണ് കരുതുന്നത്. ആ അനുഷ്ഠിപ്പ് വൃത്തത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആ കാലഘട്ടത്തിലെ ഈ ആധുനിക കവിതകളിലാണ് ആറ്റൂരിൽ കാണുന്നത്. പ്രത്യേകിച്ചും മേഘരൂപനിലൊക്കെ ഉണ്ട്. അതാണ് ജുഗുപ്സാവകമായ വാക്കുകൾ പ്രയോഗിക്കുക, ഛർദി, വിസർജ്യം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിലെ കവിതകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക്, ആറ്റൂർ കവിതകളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ആറ്റൂരിൻ്റെ ഏറ്റവും മനോഹരമായ കവിതകളിലൊന്നാണ് ശരിക്കും പറഞ്ഞാൽ സംക്രമണം എന്ന് പറയുന്ന കവിത. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സംക്രമണം എന്ന് പറയുന്ന കവിത. അത് വിപ്ലവാത്മകമായ വെളുത്ത മന്ത്രവാദം എന്നാണ് സച്ചിദാനന്ദൻ ആ കവിതയെ വിശേഷിപ്പിച്ചത്. ഈ സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ആറ്റൂരിൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സ്ത്രീയെക്കുറിച്ചുള്ള ആറ്റൂരിൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിക്കും നമുക്ക് ഭയം തോന്നുന്ന വിധത്തിലാണ് ആറ്റൂർ ആ കവിത എഴുതിയിരിക്കുന്നത് കേട്ടോ. കുറേ നാളായി ഉള്ളിലൊരുത്തി തൻ ജഡമളിഞ്ഞു നാറുന്നു എന്നാണ് കവിത. എന്നിങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത്, സംക്രമണം എന്ന കവിത. ഇത് ഇങ്ങനെ 1-2 കവിതകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കവിതകൾ കൂടുതലൊന്ന് പരിചയപ്പെടാൻ വേണ്ടി. അറിവ് വെച്ചപ്പോൾ മുതൽ എൻ്റെ കണ്ണിൽ നൂലട്ടയായിരുന്ന പെണ്ണിൻ്റെ അളിഞ്ഞ ശവമാണിതെന്ന് കവി വിശദമാക്കുന്നു. ഈ നൂലട്ട എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. ചിലർ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ പറയുന്നു. അതിലെ വരികൾ നോക്കി സ്ത്രൈണതയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീയുടെ ഒരു ജീവിത രീതിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകി ഒരു നക്ഷത്രവും. നമുക്ക് ആറ്റൂരാണ് എഴുതിയെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റിയില്ല. പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും, കുനിഞ്ഞു വീഴുന്നുണ്ട്1000 വട്ടം നിവർന്നു നിന്നിട്ടും, ഉണർന്നിട്ടില്ല അവൾ 1000 നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും, ഒരു കുറ്റിച്ചൂല്, ഒരു നാറത്തേപ്പ്, ഒരു ഞണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. എത്ര മനോഹരമായ കവിത അല്ലേ? സംക്രമണം എന്ന് പറയുന്ന കവിതയാണ്. പിന്നെ മേഘരൂപൻ എന്ന് പറയുന്ന കവിത കുറച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ്. ആകാശ വൈപുല്യങ്ങളിൽ മേഘരൂപമായി വ്യാപിച്ചു കിടന്ന ഒരു കാവ്യപ്രതീതിയെ ഈ കവിതയിൽ കൃഷ്ണശിലയുടെ താളമായി, ശിലാമൂർത്തിയായി കൊത്തിയൊരുക്കുന്ന ശില്പവൈദഗ്ധ്യം ആറ്റൂർ പ്രകടമാക്കുന്നു. ആകാശവൈപുല്യങ്ങളിൽ മേഘരൂപമായി വ്യാപിച്ചു കിടന്ന ഒരു കാവ്യപ്രതീതിയെ ഈ കവിതയിൽ കൃഷ്ണശിലയുടെ താളമായി, ശിലാമൂർത്തിയായി കൊത്തിയൊരുക്കുന്ന ശില്പവൈദഗ്ധ്യം ആറ്റൂർ പ്രകടമാക്കുന്നു. ഉഴുതുമറഞ്ഞ കാലത്തിൻ്റെ സൂര്യനായിരുന്നു ഇടശ്ശേരി, അകലെ കുഞ്ഞിരാമൻ നായർ എന്ന കടലും എന്നാണ് ആറ്റൂർ ഓർമ്മ പറഞ്ഞിട്ടുള്ളത്. ഉഴുതുമറഞ്ഞ കാലത്തിൻ്റെ സൂര്യനായിരുന്നു ഇടശ്ശേരി, ശക്തിയുടെ കവിയായ ഇടശ്ശേരിയെക്കുറിച്ചാണ്. കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് അകലെ കുഞ്ഞിരാമൻ നായർ എന്ന കടലും. വാക്കിൽ അറുപിശുക്കനായ ആറ്റൂർ, വാക്ക് വളരെ സംക്ഷിപ്തമായി ഉപയോഗിച്ചിരുന്ന ആറ്റൂർ വാക്കിൻ്റെ മഹാബലിയായ
പി എ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, വാക്കിൻ്റെ മഹാബലി എന്നാണ്. വാക്കുകളുടെ മഹാബലിയായ പി എ ഇഷ്ടകവിയാക്കി മാറ്റി. ഈ പി എക്കുറിച്ച് റഫീഖ് അഹമ്മദ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ. അലഞ്ഞു തിരിയുന്ന കവിത എന്നാണ് പി എക്കുറിച്ച് റഫീഖ് അഹമ്മദ്, നമ്മുടെ ഉമ്മു കുൽസു മരിച്ചെന്ന രാത്രിയിൽ തോരാമഴയത്തൊക്കെ എഴുതിയ റഫീഖ് അഹമ്മദ് പറയുന്നത് അലഞ്ഞു തിരിയുന്ന കവിത എന്നാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറയുന്നത്. ഒരിക്കലും ദമനം ചെയ്യാനാകാത്ത ഒരു അബോധത്തിൻ്റെ കവിതാരൂപമാണ് മേഘരൂപൻ എന്ന് കെ സി നാരായണൻ പറയുന്നു. ഒരിക്കലും ദമനം ചെയ്യാനാകാത്ത ഒരു അബോധത്തിൻ്റെ കവിതാരൂപമാണ് മേഘരൂപൻ. ഗംഭീര നിരാസത്തിൻ്റെ കവിതയാണത്. മെരുങ്ങാനോ വീട്ടുമൃഗമാകാനോ വഴങ്ങാത്ത വന്യതയാണ് അതിൻ്റെ പ്രത്യേകത. മേഞ്ഞു നടക്കാൻ മോഹിക്കുന്ന സ്വതന്ത്രത. ഈ ഭയാനകവും ഭ്രമാത്മകവും ഉന്മത്തവുമായ സ്വാതന്ത്ര്യമോഹത്തിലാണ് കവിത അവസാനിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ സർവതന്ത്ര സ്വതന്ത്രത എന്ന് പറയുന്ന സാധനം. ഈ ഭയാനകവും ഭ്രമാത്മകവും ഉന്മത്തവുമായ സ്വാതന്ത്ര്യമോഹത്തിലാണ് കവിത അവസാനിക്കുന്നത് എന്നാണ്. ഇനി നഗരത്തിലൊരു യക്ഷൻ എന്ന് പറയുന്ന അറ്റൂരിൻ്റെ ഒരു കവിതയെക്കുറിച്ചുകൂടെ പറയാം. എന്താണെന്ന് വെച്ചാൽ കവിയെ കുറച്ചുകൂടെ ഒന്ന് പരിചയപ്പെടാനാണ്. കാളിദാസ പ്രണയത്തിൽ നിന്നാണ് ഈ നഗരത്തിൽ യക്ഷൻ കാളിദാസൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ ഇത് ആരംഭിക്കുന്നത് കേട്ടോ. അത് വാർദ്ധക്യകാലത്ത് ദാമ്പത്യ പ്രണയമെല്ലാം മറന്നുപോയി, ദാമ്പത്യത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള മധുരവും ഉന്മത്തവുമായ പ്രണയമെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ വാർദ്ധക്യകാലത്ത് വിരസമായിരിക്കുമ്പോൾ ആ വിവാഹബന്ധത്തിൽ ആ വാർദ്ധക്യകാല പ്രണയത്തിലേക്ക് എത്തുന്ന ഒരാളിനെയാണ് ഇത് ചിത്രീകരിക്കുന്നത്. പാരമ്പര്യത്തിൻ്റെ നീരുറവകളിലേക്കുള്ള യാത്രയായിട്ട് ഇതിനെ കണക്കാക്കാം. ഓട്ടോവിൻ പാട്ട് അതുപോലെ ഒരുപാട് കവിതകൾ ഈ പിറന്നൂരിലേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു കവിയാണ് ആറ്റൂര്. അപ്പോൾ അത് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. മാഞ്ഞോ പുതുമ വിവാഹിതയാം മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും എന്നാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന കവിത. നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന എന്നാണ്. ഭാര്യയെക്കുറിച്ച് ഉള്ള ഓർമ്മകളാണ്. ബോംബെയിൽ താമസിച്ചിടും അമ്മായിതൻ വീമ്പും പകൽ വന്ന ഭിക്ഷുവിൻ ദൈന്യവും ഞാൻ അറിയാതെ അയൽപ്പക്കത്തുകാരിതൻ മാസക്കുറിയിൽ നറുക്കൊന്നു ചേർന്നതും രാവിൽ നിലാവു മറയും വരെ ചൊല്ലുമാറില്ലയോ വീട്ടുമുറ്റത്തിരുന്നു നീ. അവളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ബോംബെയിൽ താമസിച്ചിടും അമ്മായിതൻ വീമ്പും പകൽ വന്ന ഭിക്ഷുവിൻ ദൈന്യവും ഞാൻ അറിയാതെ അയൽപ്പക്കത്തുകാരിതൻ മാസക്കുറിയിൽ നറുക്കൊന്നു ചേർന്നതും രാവിൽ നിലാവു മറയും വരെ നീ എന്നോടൊന്നിച്ചിരുന്ന് സംസാരിക്കാറില്ലേ എന്നാണ്. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്ക് നിന്നോടോ എന്നാണ് കവിത അവസാനിക്കുന്നത്. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ടെനിക്ക് നിന്നോടോ എന്നാണ്. അപ്പോൾ ആറ്റൂരിനെ കുറിച്ച് നേരത്തെ വന്നിട്ടുള്ളൊരു ചോദ്യം പറയട്ടെ. ഔന്നിത്യം, ആർദ്രത, കുലീനത, ചിദാനന്ദം, സ്വച്ഛത, പ്രൗഢി, അക്ഷോഭ്യത, അജയ്യത, സൽതൃഷ്ണ ഇങ്ങനെയൊരു മൂർത്തരൂപം സങ്കല്പിക്കാനാകുമോ? രവിവർമ്മയുടെ മേഘരൂപൻ അങ്ങനെയൊന്നിന് രൂപം നൽകാനുള്ള വിജയകരമായ ശ്രമമാണ്. ഈ സെൻറ്റൻസ് എം ഗംഗാധരൻ എന്ന് പറയുന്ന നിരൂപകൻ്റേതാണ് ഈ വാചകം. ഔന്നിത്യം, ആർദ്രത, കുലീനത, ചിദാനന്ദം, സ്വച്ഛത, പ്രൗഢി, അക്ഷോഭ്യത ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മൂർത്തരൂപം സങ്കല്പിക്കാനാകുമോ? രവിവർമ്മയുടെ മേഘരൂപൻ അങ്ങനെയൊന്നിന് രൂപം നൽകാനുള്ള വിജയകരമായ ശ്രമമാണ്. എം ഗംഗാധരൻ. ആറ്റൂരിൽ പ്രകടമായി ഒരു കവിയില്ല. അദ്ദേഹത്തിൻ്റെ കവിതകളിലും പ്രകടമായി ഒരു കവിയില്ല. അതായത് ഒരാളിനെ നമുക്ക് ആറ്റൂരിൽ കാണാൻ പറ്റില്ല. ഒരു ശൈലിയെയും ആറ്റൂർ അനുകരിക്കുന്നില്ല, ഒരാശയത്തെയും അനുകരിക്കുന്നില്ല. അതാണ് ജയിച്ച രൂപങ്ങൾ ആവർത്തിക്കാതെ അവനവനെ അനുകരിക്കാത്ത കവിയെക്കുറിച്ചാണിത് പറയുന്നത്. കുറേ കൊട്ടേഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാം കൂടെ വായിക്കുമ്പോൾ തന്നെ തിരും. ഒരു തിടമ്പിനും കുനിക്കാത്ത ശിരസോടെ, ഒരു ക്ഷയത്തിലും പതിക്കാത്ത മനസ്സോടെ തൻ്റെ അനുഭവങ്ങളുടെ നേർവര പിടിച്ചുള്ള സഞ്ചാരമാണ് ആറ്റൂരിൻ്റേത് എന്ന് കെ സി നാരായണൻ. ആധുനിക കവികളിൽ നിഷേധാത്മകമായിരുന്ന സാമൂഹിക ബോധവും ലക്ഷ്യബോധവും വർഗബോധവും നേടി, സാമൂഹിക ബോധം ലക്ഷ്യബോധവും വർഗബോധവും നേടി ചരിത്രത്തിൻ്റെ ഊർജത്താൽ സ്വയം പുനഃസ്വരൂപിക്കുകയാണ് ആറ്റൂരിൽ എന്ന് സച്ചിദാനന്ദൻ. പാരമ്പര്യ നിരാസം, ഇദന്താന്വേഷണം എന്നിവ സുശക്തമായ അവബോധങ്ങളായി വികസിച്ച് കാണുന്ന ആധുനിക കവിത ആറ്റൂരിൻ്റേതാണ് എന്ന് എം ലീലാവതി. ഇനിയും കുറേ സാധനം പറയാത്തതുണ്ട് കേട്ടോ, കാരണം സമയത്തിൻ്റെ കുറവ് കൊണ്ട്
കുറേ കാര്യങ്ങളുണ്ട് ആറ്റൂരിനെക്കുറിച്ച്. ഇനി എം ഗോവിന്ദനെക്കുറിച്ച് പറയട്ടെ. പൊന്നാനിയിലാണ് എം ഗോവിന്ദൻ ജനിച്ചത്. 1919 1989 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1919 1989. നമ്മൾ ആറ്റൂരിൻ്റെ കാലഘട്ടം പറഞ്ഞത് ഞാനൊന്ന് താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത്. 1930 ആറ്റൂരിൻ്റെ കാലഘട്ടം. ഇത് 1919. ആറ്റൂരിനേക്കാൾ കുറച്ച് പ്രായ കൂടുതലുള്ള ആളാണ് അദ്ദേഹം. 1989 വരെ അദ്ദേഹം ജീവിച്ചു. ആറ്റൂർ 1989 വരെ ജീവിച്ചു. ആറ്റൂർ 2019 മരിച്ചത്. അപ്പോൾ കുറച്ച് പ്രായാധിക്യം ആറ്റൂരിനേക്കാളും ഉണ്ട്. കുറച്ച് മുതിർന്ന ആളാണ്. കവിയായിരുന്നു, നിരൂപകനായിരുന്നു, നാടകകാരനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു എം ഗോവിന്ദൻ. ഈ എം ഗോവിന്ദനിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ CN ശ്രീകണ്ഠൻ നായരെ പോലുള്ള CJ തോമസിനെ പോലുള്ള നാടകകാരന്മാരൊക്കെ നാടകത്തിലേക്ക് വന്നത് കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ സാഹിത്യ രചന നിർവഹിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു 1945 വരെ. ഓർത്തോണം, നമ്മൾ ആറ്റൂരും പറയുന്നുണ്ട് ആറ്റൂരിൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ആദ്യ കാലഘട്ടത്തിൽ. തുടർന്ന് ചെന്നൈയിൽ ഔദ്യോഗിക ജീവിതം നയിച്ചു. വ്യക്തി സ്വാതന്ത്ര്യം, ഇത് അദ്ദേഹം റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തന്നെ ഒരു പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കാതെ വ്യക്തി കേന്ദ്രീകൃതമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയാണ് റാഡിക്കൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതായത് അതിൽ പാർട്ടിയില്ല, പ്രസ്ഥാനമില്ല, വിപ്ലവമൊന്നുമില്ല, വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹ്യൂമനിസം. അതാണ് റാഡിക്കൽ ഹ്യൂമനിസം എന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിവാദം, മാനവിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താധാരയാണ് റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ധാരാളം, നാടകങ്ങളുണ്ട്. 3 കൂടുതലുണ്ട് കേട്ടോ. ഓസ്യത്ത്, ചെകുത്താനും മനുഷ്യനും, നീ മനുഷ്യരെ കൊല്ലരുത് തുടങ്ങിയിട്ടുള്ള നാടകങ്ങൾ. കവിതയാണെങ്കിൽ ഒരു പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം, നാട്ടുവെളിച്ചം, ഒരു കൂടിയാട്ടത്തിൻ്റെ കഥ തുടങ്ങിയിട്ടുള്ള കവിതകൾ. 2 ഖണ്ഡകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട് എം ഗോവിന്ദൻ. നോക്കുകുത്തി എന്നൊരു ഖണ്ഡകാവ്യവും അരങ്ങേറ്റം എന്നുള്ള ഖണ്ഡകാവ്യവും എഴുതിയിട്ടുണ്ട്. പിന്നെ കിളിപ്പാട്ട് രൂപത്തിൽ അദ്ദേഹം ജ്ഞാനസ്നാനം എന്നൊരു കൃതി രചിച്ചിട്ടുണ്ട്. കിളിപ്പാട്ട് രൂപത്തിലാണ്. സ്നാപക യോഗന്നാൻ്റെ ചരിത്രമാണ്. കുറച്ചൊരു ആക്ഷേപഹാസ്യം കലർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആക്ഷേപഹാസ്യം CJയുടെ ഒക്കെ നാടകത്തിൽ നമ്മൾ കാണുന്ന പോലൊരു നിഷേധാത്മകത, ഒരു സറ്റേർ ആക്ഷേപഹാസ്യവും അതുപോലെ തന്നെ കറുത്തഹാസ്യവും എം ഗോവിന്ദൻ്റെ കൃതികളിൽ നമുക്ക് കാണാം കേട്ടോ. റാണിയുടെ പട്ടി, സർപ്പം, മണിയോർഡറും മറ്റ് കഥകളും തുടങ്ങിയിട്ടുള്ള കഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ധാരാളം കഥകളുണ്ട്. ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് മലയാളത്തിലെ സോക്രട്ടീസ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മലയാളത്തിലെ സോക്രട്ടീസ് എന്നറിയപ്പെട്ടിരുന്നതാണ്. ഈ എം ഗോവിന്ദനെക്കുറിച്ച് അയ്യോ പണിക്കർ പറയുന്നത് എന്താണെന്ന് അറിയട്ടെ. മറഞ്ഞിരിക്കുന്ന ഗോവിന്ദനാണ് എം ഗോവിന്ദൻ എന്നാണ്. അതായത് മാഞ്ചേരത്ത് ഗോവിന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ അയ്യോ പണിക്കർ പറയുന്നത് മാഞ്ചേരത്ത് ഗോവിന്ദൻ എന്നല്ല, മറഞ്ഞിരിക്കുന്ന ഗോവിന്ദനാണ് എം ഗോവിന്ദൻ എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള രൂപം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. അപ്പോൾ ഗോവിന്ദൻ എന്നുള്ള പേരിൽ സച്ചിദാനന്ദൻ ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ഗോവിന്ദൻ സമീക്ഷ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കേട്ടോ എം ഗോവിന്ദൻ ഒരു കാലത്ത്. അപ്പോൾ ഓർക്കാതെയല്ല സമീക്ഷ പൂക്കാലം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന എം ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ എന്നൊരു കവിത തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സച്ചിദാനന്ദൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടാണ് കണക്കാക്കിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ വക്താവായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് CJ തോമസിന് കിട്ടിയതുപോലെ ഒരു പട്ടം ഇദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്നൊരു പട്ടം. ഇദ്ദേഹത്തിന് എം ഗംഗാധരൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന എല്ലാ ശിഖരങ്ങളിലും പൂക്കളുള്ള മരം എന്നാണ് എം ഗംഗാധരനെ വിശേഷിപ്പിക്കുന്നത്. എല്ലാ ശിഖരങ്ങളിലും പൂക്കൾ, അതായത് സാഹിത്യത്തിൻ്റെ സമസ്ത മേഖലകളിൽ, ഇപ്പോൾ നിരൂപണമായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, എന്തിലും, ചെറുകഥയായിക്കോട്ടെ, എന്തിലും സമസ്ത ശിഖരങ്ങളിലും പൂക്കളുള്ള മരമാണ് എന്നാണ് എം ഗംഗാധരൻ എം ഗോവിന്ദനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സമകാലിക ചരിത്രത്തിലേക്ക് ജന്മനാ സൃഷ്ടിക്കപ്പെട്ട എഴുത്തുകാരൻ എന്നാണ് KP അപ്പൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സമകാലിക ചരിത്രത്തിലേക്ക് ജന്മനാ സൃഷ്ടിക്കപ്പെട്ട എഴുത്തുകാരൻ എന്നാണ് KP അപ്പൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം സ്വാഭാവികമായൊരു പരിണിതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അല്ല കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തൊരു ഹ്യൂമനിസമോ
അല്ലെങ്കിൽ അതുപോലുള്ള ചിന്താധാരകളോ ഒന്നുമല്ല അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് വളരെ സ്വാഭാവികമായിരുന്നു. അതാണ് ഗോവിന്ദൻ തൻ്റെ തലമുറയുടെ ഒരര തലമുറ മുൻപിലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദുരന്തം എന്ന് OV വിജയൻ. ഗോവിന്ദൻ തൻ്റെ തലമുറയുടെ ഒരര തലമുറ മുൻപിലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദുരന്തം എന്ന് OV വിജയൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താ പദ്ധതികളെക്കുറിച്ച് സൃഷ്ടാവിൻ്റെ പരമ്പരയിലൊരാൾ എന്നാണ് CJ ജോർജ് അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം പിന്നെ കമ്മ്യൂണിസത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാർക്സിസത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാർക്സിസത്തിൻ്റെ പോരായ്മയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. മാർക്സിസത്തിനപ്പുറം മാനവികതയുടെയും വിപ്ലവത്തിൻ്റെയും പുറംപോക്കുകൾ അധിവസിക്കപ്പെടാതെ കിടക്കുന്നു. ആരോരുമില്ലാതെ, ഒരു മനുഷ്യനുമില്ലാതെ വിജനമായി കിടക്കുകയാണ് ആ പുറംപോക്കുകൾ എന്നാണ് M ഗോവിന്ദൻ പറഞ്ഞത്. നമ്മൾ പറയുന്ന വിപ്ലവത്തിനും മാനവികതയ്ക്കുമൊക്കെ അപ്പുറത്ത്, മാർക്സിസത്തിനും അപ്പുറത്ത് ആ പുറംപോക്കുകൾ അധിവസിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ്. നിങ്ങളെപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കുണ്ടായിരിക്കും, ഈ ആൾക്കാർ എഴുത്തോ നിൻ്റെ കഴുത്തോ എന്ന് ചോദിക്കുന്നത്. അതായത് നമുക്ക് എതിരിടേണ്ടി വരുമ്പോൾ, നമ്മൾ വാക്കുകൾ കൊണ്ട് എതിരിടേണ്ടി വരുമ്പോൾ നമ്മുടെ കഴുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അധികാരി വർഗത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെയും അതുപോലെ സ്വാധീന ശക്തികളെയും ഒക്കെ എതിർക്കേണ്ടി വരുമ്പോൾ നമുക്ക് എഴുത്താണോ നിൻ്റെ കഴുത്താണോ നിനക്ക് വേണ്ടത് എന്ന് നമ്മൾ പൊതുവെ ഒരു വിപ്ലവകരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് M ഗോവിന്ദൻ്റെ കവിതയിലെ ഒരു വരിയാണ്. എഴുത്തോ നിൻ്റെ കഴുത്തോ എന്ന് പറഞ്ഞു. എഴുത്തോ നിൻ്റെ കഴുത്തോ ഇവയിൽ കൂറേതിനോട് എന്ന് ഒരുവൻ അരികിൽ വരും മുമ്പ്, ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക്, നരകത്തിലേക്കെങ്കിൽ അങ്ങോട്ട് എന്നാണ് പറയുന്നത്. കണ്ടോ, എഴുത്തോ നിൻ്റെ കഴുത്തോ ഇവയിൽ കൂറേതിനോട് എന്ന് ചോദിച്ചൊരുവൻ എന്നരികിൽ വരും മുമ്പ്, ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക്, നരകത്തിലേക്കെങ്കിൽ അങ്ങോട്ട് എന്നാണ്. പിന്നെ തൻ്റെ ഉള്ളംകോവിലിൽ കുടികൊള്ളുന്ന തേവരെ തേടിയുള്ള എഴുന്നള്ളത്തല്ലേ കവിത എന്നാണ് M ഗോവിന്ദൻ ചോദിച്ചത്. കണ്ണാടിയുടെ കെണിയിലകപ്പെടാതെ തന്നകത്തെ തന്നെ കണ്ടെത്താനാകുന്നവനാരോ അവനാണ് കവി. തൻ്റെ ഉള്ളംകോവിലിൽ കുടികൊള്ളുന്ന തേവരെ തേടിയുള്ള എഴുത്തല്ലേ കവിത. കണ്ണാടിയിലെ കെടിയിൽ അകപ്പെടാതെ തന്നകത്തെ തന്നെ കണ്ടെത്താനാകുന്നവനാരോ അവനാണ് കവി എന്നാണ് M ഗോവിന്ദൻ പറഞ്ഞത്, കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കവിതകളുടെ വരികളും ഇതിനകത്തുണ്ട് കേട്ടോ. കുറച്ച് വരികളും എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് M ഗോവിന്ദൻ. ഈ M ഗോവിന്ദൻ്റെ സ്വാധീനമാണ് ആറ്റൂർ കവിതകളിൽ കാണുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യകാല ചെറുകഥകളെക്കുറിച്ചാണ് കേട്ടോ. ഗദ്യത്തെക്കുറിച്ച് കൂടെ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആദ്യകാല ചെറുകഥകൾ. അപ്പോൾ ഈ ആദ്യകാല ചെറുകഥകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അറിയാമല്ലോ, നമുക്ക് ചെറുകഥ എന്താണെന്ന് പറയാം. ചെറുകഥ എന്ന് പറഞ്ഞാൽ ചെറിയ കഥയാണ്. ചെറിയ കഥയാണ്. അത് വലിയ കഥയുടെ സംഗ്രഹമല്ല. അതിനുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഏകാഗ്രതയാണ് എന്ന് MM ബഷീർ ചെറുകഥ സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ചെറുകഥയുടെ സാഹിത്യ ചരിത്രം പറയുന്നുണ്ട്. ചെറുകഥ ചെറിയ കഥയാണ്. അത് വലിയ കഥയുടെ സംഗ്രഹമല്ല. അതിനുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ഏകാഗ്രതയാണ് എന്നാണ്. 1 മണിക്കൂറിൽ വായിച്ചു തീർക്കാവുന്ന കഥയാണ് ചെറുകഥയെന്ന് എഡ്ഗർ അലൻ പോ എന്ന് പറയുന്ന പാശ്ചാത്യ ചിന്തകൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, ചെറുകഥയെന്ന് പറയുന്നത് വലിയ കഥയുടെ സംഗ്രഹമൊന്നുമല്ല. ഏകാഗ്രത വേണം. അത് സംഭവപ്രധാനമായിരിക്കണം. കാലദേശ ഐക്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, ആദിമധ്യാന്തപ്പൊരുത്തവും ഉണ്ടായിരിക്കണം. അന്തപ്പൊരുത്തമുണ്ടായിരിക്കണം. കാലദേശക്രിയ ഐക്യമുണ്ടായിരിക്കണം. കാലം, ദേശം, ക്രിയ, അതിൽ സംഭവിക്കുന്ന സംഭവങ്ങളും കാലവും ദേശവുമായിട്ടുള്ള പൊരുത്തമുണ്ടായിരിക്കണം. അതുപോലെ ആദിമധ്യാന്തപ്പൊരുത്തവും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതാണ് ചെറുകഥ എന്ന് പറയുന്നത്. അത് സംക്ഷിപ്തമായിരിക്കണം. അതാണ്. അപ്പോൾ ഇതിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറുകഥ എന്ന് പറയുന്നതിന് നമുക്ക് പരിമിതമായ വിഷയങ്ങൾ മാത്രമേ കിട്ടത്തുള്ളൂ, ഇല്ലേ? ജീവിതം എന്ന് പറയുന്നത് എല്ലാ സംഭവങ്ങളും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന സംഭവങ്ങൾ എന്താ? പ്രധാനപ്പെട്ട മരണം, പ്രണയം, വിരഹം, അങ്ങനെ കുറച്ച് സാധനങ്ങളെ നമുക്കുള്ളൂ.
പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ ആവർത്തിച്ചാണ് സാധാരണഗതിയിൽ ചെറുകഥകളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അവയെല്ലാം നമുക്ക് പുതുമയുള്ളതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പാലിക്കുന്ന ഈ കാലദേശക്രിയ ഐക്യങ്ങൾ കൊണ്ടും അതുപോലെ ആദിമധ്യാന്ത പൊരുത്തം കൊണ്ടുമാണ് ഇതിനെ തമ്മിലൊരു പൊരുത്തം നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ വ്യത്യാസം നമുക്ക് തോന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് എഴുതുന്ന ആളിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ആളിൻ്റെ വ്യക്തിത്വം കൂടി ആ സംഭവങ്ങളിൽ കയറുമ്പോൾ അത് പുതിയൊരു സംഭവമായി മാറും. അങ്ങനെയാണ് ചെറുകഥ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. ആ സംഭവങ്ങൾ ആവർത്തിച്ച് ഒരുപോലെ പറഞ്ഞാൽ അത് ചെറുകഥയാവുന്നില്ല. അതൊരു എഴുത്തുകാരൻ്റെ ഉള്ളിലൂടെ കടന്നു വന്ന് കാലദേശക്രിയ ഐക്യങ്ങളിലൂടെ അതുപോലെ ആദിമധ്യാന്ത പൊരുത്തമുള്ള വ്യക്തിനിഷ്ഠമായ അയാളുടേത് മാത്രമായ ഒന്നായി മാറുമ്പോൾ അതൊരു പുതിയ കഥയായി മാറുന്നു. അങ്ങനെയാണ് കഥകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള നമ്മൾ ആദ്യകാല ചെറുകഥകളുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത് തന്നെ ഈ വൃഥാസ്ഥൂലതയാണ്. അങ്ങനത്തെ വൃഥാസ്ഥൂലത എന്ന് പറഞ്ഞാൽ വലിപ്പം, ഒരാവശ്യമില്ലാത്ത വലിപ്പം അത് ഉപേക്ഷിക്കണം. ചെറുകഥയിൽ ഏകാഗ്രത വേണം, കുറച്ച് സൂക്ഷ്മമായിരിക്കണം. ചെറുകഥ എന്ന് പറയുന്നത് സംഭവം ഉണ്ടായിരിക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ നമ്മൾ കഥ പറയുന്നുണ്ട് കേട്ടോ. ഈ സുക്തപിടകം എന്ന് പാലി ഭാഷയിൽ വിളിക്കുന്ന ജാതക കഥകളാണ് ആദ്യത്തെ കഥകളായിട്ട് നമ്മൾ നമ്മൾ എത്രയോ കാലം കൊണ്ട് BC 5-6 നൂറ്റാണ്ടുകളിലൊക്കെയാണ് 6-5 നൂറ്റാണ്ടുകളിലൊക്കെയാണ് ഈ ജാതക കഥകൾ പ്രചരിക്കുന്നത് കേട്ടോ. സുക്തപിടകം എന്നാണത് പാലി ഭാഷയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ബുദ്ധൻ്റെ സന്ദേശം സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ജാതക കഥകൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സദാചാര കഥകളുടെ സ്വഭാവമുള്ള ഗുണപാഠ കഥകൾ പോലെയുള്ള ഒക്കെ ഉള്ള കഥകളായിരുന്നു. ആൾക്കാരെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ സംസ്കൃത കഥകളുടെ കൂട്ടമാണ് പഞ്ചതന്ത്ര കഥകൾ എന്ന് പറയുന്നത്. 5 തന്ത്രങ്ങൾ, അതായത് ഒരു രാജാവിൻ്റെ വിഡ്ഢിയായ മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പണ്ഡിതൻ 5 തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതാണ് പഞ്ചതന്ത്ര കഥകൾ. ഈ 5 തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളാണ് പഞ്ചതന്ത്ര കഥകൾ. അത് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകളാണ്. അപ്പോൾ ജാതക കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, ഇത് കൂടാതെ കഥാസരിത്സാഗരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉദയന മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ നരവാഹന ദത്തൻ്റെയും ചരിതങ്ങൾ ഉൾപ്പെടുത്തി സൃഷ്ടിക്കപ്പെട്ട കഥാസരിത്സാഗരം, സോമദേവനാണ് ഈ കഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്തരം കൃതികൾ, അതായത് ജാതക കഥകൾ, പഞ്ചതന്ത്ര കഥകൾ, കഥാസരിത്സാഗരം, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ കഥയുടെ ഒരു ചരിത്രം രൂപപ്പെടുന്നത്. നമ്മൾ കേട്ട് പഴകിയ കഥകളാണിതൊക്കെ. കേട്ട് നമ്മുടെ ഉള്ളിൽ ഉറച്ച്. ആദ്യകാലത്ത് ഈ ജന്തുകഥകളൊക്കെ ആയിരുന്നു പ്രചാരത്തിലുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കഥകൾ രചിക്കുന്നതെന്നാണ് കരുതിയിരുന്നത്. മുതിർന്നവർക്ക് കഥ ആവശ്യമുണ്ടെന്ന് തന്നെ വിചാരിച്ചില്ല. ആദ്യകാലത്തെ കഥകളെല്ലാം അങ്ങനെയാണ് കേട്ടോ. കേരളോർമ്മയുടെ കാലത്തും ഒക്കെ ഏകദേശം കഥകളുമൊക്കെ കുട്ടികളെക്കുറിച്ചോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതോ ആയ കഥകളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1824 ബെഞ്ചമിൻ ബെയ്ലിയുടെ കാലത്താണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥ എന്നുള്ള പേരിൽ CMS പ്രസ് ആദ്യമായിട്ട് കഥ പ്രസിദ്ധീകരിക്കുന്നത്. 8 കഥകൾ ചേർന്നിട്ടായിരുന്നു ഈ ഒരു സമാഹാരമായിരുന്നു ഈ കഥ എന്ന് പറയുന്നത്. 1824 കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചെറുകഥയായിട്ട് കണക്കാക്കപ്പെടുന്നത്, ചെറുകഥാ സമാഹാരം. ഇത് മതപരമായ ഉദ്ദേശം വെച്ചിട്ടായിരുന്നു ഈ കഥ രചിക്കപ്പെട്ടത്. ഈ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥ എന്ന് പറയുന്നത് 1845 മുതൽ 1900. ഞാൻ ഇത് വായിക്കുമ്പോൾ ഈ ആണ്ടൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാലും ആ കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത്. 1975 വരെ ജീവിച്ചിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേട്ടിട്ടുണ്ടല്ലോ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ അദ്ദേഹം 2ാം പാഠാവലിയിലും 3ാം പാഠാവലിയിലും കുറച്ച് കഥകൾ, അദ്ദേഹം ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് കുറച്ച് കഥകൾ ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെയാണ് കഥാസാഹിത്യം വളർന്ന് വികസിച്ച് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ 2 യാചക ചെറുക്കന്മാരുടെ കഥ എന്ന് ചിലർ പറയുന്നുണ്ട് ആദ്യത്തെ കഥ. ചിലർ പറയുന്നു ആനയുടെയും തുന്നൻ്റെയും കഥയാണ് ആദ്യത്തെ കഥയെന്ന് പറയുന്നു. ഒരുപാട് പരാമർശങ്ങൾ കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കഥാസാഹിത്യത്തിന് വലിയ സംഭാവനയാണ് നൽകിയത്. പ്രത്യേകിച്ച് ഈ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം കഥകൾ ഈ 2ാം പാഠാവലിയിലും 3ാം പാഠാവലിയിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകൾ വെറും കഥകൾ മാത്രമല്ല, പരിഭാഷയുണ്ട്, അതായത് ട്രാൻസ്ലേഷനുണ്ട്, പലതിൽ നിന്നും അനുകരണങ്ങളുണ്ട്, വെറുതെ അനുകരണങ്ങളായിട്ട്, പിന്നെ സ്വതന്ത്രമായിട്ടുള്ള കഥകൾ. ഇങ്ങനെ 3 തരം കഥകളാണ് അദ്ദേഹം പൊതുവെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കഥാസാഹിത്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കഥാസാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ നമ്മൾ സാധാരണഗതിയിൽ അങ്ങ് വിട്ടുകളയുകയാണ് പതിവ്. പക്ഷേ അങ്ങനെയല്ല. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കഥാസാഹിത്യത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുകയും വലിയ സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഞ്ചതന്ത്രം, ഈസോപ്പ് ഇവയിൽ നിന്നുള്ള പരിഭാഷകളും അനുകരണങ്ങളും ധാരാളമായിട്ട് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. 3 തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ വരുന്നത്. ഒന്ന് അനുകരണം, മറ്റൊന്ന് പരിഭാഷ, മറ്റൊന്ന് സ്വതന്ത്ര കഥ. അതാണ് ഈ 2 യാചക ബാലന്മാരുടെ കഥ, യാചക ചെറുക്കന്മാരുടെ കഥ എന്ന് പറയുന്ന കഥയുണ്ടല്ലോ, അത് രാമൻ, കൃഷ്ണൻ എന്ന 2 യാചക ബാലന്മാരിൽ രാമൻ്റെ സത്യസന്ധതയും കൃഷ്ണൻ്റെ കാപട്യവും തുറന്ന് കാണിക്കുന്ന കഥയാണ് കേട്ടോ. അപ്പോൾ അവർ ഒരു മരാമത്ത് മേൽവിചാരിപ്പുകാരനായ പത്മനാഭ പിള്ളയുടെ കീഴിൽ പണിയെടുത്തിരുന്ന ആൾക്കാരാണ് ഈ കുട്ടികൾ. 2 യാചക ബാലന്മാരായിരുന്നു അവർ. അപ്പോൾ ഇതിൽ രാമൻ ഭയങ്കര സത്യസന്ധനായിരുന്നു, കൃഷ്ണൻ കള്ളനുമായിരുന്നു. അപ്പോൾ ഇതിലെ സത്യസന്ധത എങ്ങനെയാണ് ഒരാളിനെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത് എന്ന ഒരു ഗുണപാഠം നൽകുന്ന കഥയാണത്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണല്ലോ. അപ്പോൾ ഈ കഥയിൽ ചെറുകഥയുടെ ഏകാഗ്രതയോ അല്ലെങ്കിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ കഥകളിൽ ഏകാഗ്രതയോ സൂക്ഷ്മ നിരീക്ഷണതയോ തീവ്രതയോ ആവിഷ്കാര ഭംഗിയോ കഥകളിൽ കാണുന്നില്ല എന്നാണ് എം ബഷീറിൻ്റെ അഭിപ്രായം. കേരളവർമ്മയുടെ കഥകളെക്കുറിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഥാസാഹിത്യം വികസിച്ച് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഈ മാസികകളുടെ പ്രസിദ്ധീകരണമാണ്. നമ്മുടെ മാസികകളുണ്ടല്ലോ, സമകാലിക മാസികകൾ വരുമല്ലോ, ആ ആനുകാലികങ്ങൾ എന്ന് പറയുന്ന ഈ ആനുകാലികങ്ങളുടെ കാലത്താണ് നമ്മുടെ കഥാസാഹിത്യം ഏറ്റവും കൂടുതൽ വികസിച്ച് വരുന്നത്. ഇപ്പോൾ 1881 വിദ്യാവിലാസിനി എന്ന് പറയുന്ന ഒരു ആനുകാലികം. ഈ ആനുകാലികങ്ങൾ, മലയാളത്തിലെ ആനുകാലികങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് പേപ്പറിലൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഈ ആനുകാലികങ്ങളുടെ വർഷവും അതിൻ്റെ ഒരു കാലവും പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചത് ആനുകാലികങ്ങളിൽ. വിദ്യാവിനോദിനി 1889, 1896 ഭാഷാഭൂഷണി, ലക്ഷ്മിഭായി എന്ന് പറഞ്ഞിട്ടൊരു ആനുകാലികം ഉണ്ടായിരുന്നു, 1905 രസികരഞ്ജിനി 1903. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒട്ടുനാളായി രഞ്ജിനിക്ക് കിട്ടുമാറില്ല ലേഖനം, മട്ടു നന്നല്ല ഇപ്പാണ്ടി പിട്ടു പറ്റില്ല തോഴരെ എന്ന് പറഞ്ഞിട്ട് ഉള്ളൂരിന് കത്തയക്കുന്നത് നമ്മൾ വെൺമണി പ്രസ്ഥാനത്തിൽ പഠിക്കും. അതാണ്. മംഗളോദയം 1908, കഥാമാലിക 1933. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആനുകാലികങ്ങളുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിലാണ് ശരിക്കും ആദ്യകാല ചെറുകഥകളെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യകാല ചെറുകഥകൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിടുന്നത് ഈ ചെറുകഥാകൃത്തുക്കളൊക്കെ സാധാരണ ആൾക്കാരായിരുന്നില്ല. അവരെല്ലാവരും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ വൈദേശികമായ സ്വാധീനത്തിൽപ്പെട്ടിരുന്ന വൈദേശികമായ വൈദേശികർ നൽകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു അവരെല്ലാവരും. അപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന് പറയുന്ന ഒരു കഥയാണ്. ഒരു ജന്മനാ തന്നെ കള്ളനായ ഒരാൾ അവസാനം തൻ്റെ കള്ളങ്ങളെല്ലാം ഏറ്റുപറയുന്ന ഒരു കഥയാണ് വാസനാവികൃതി. ഈ വാസനാവികൃതി എഴുതിയ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, തർക്കമുണ്ട് കേട്ടോ, വാസനാവികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരല്ല എഴുതിയെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായാലും വേങ്ങയിൽ നമ്മളങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി എന്ന ആ കഥ എഴുതിയ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് അംഗമായിരുന്നു കേട്ടോ. മദുരാശി നിയമസഭയിൽ ജന്മിമാരുടെ പ്രതിനിധിയായിരുന്നു. അതായത് ജന്മിത്വത്തിൻ്റെയും ആഠിത്വത്തിൻ്റെയും പ്രൗഢിയുടെയും ഒക്കെ ഒരു ലോകത്ത് ജീവിച്ചിരുന്നവരാണ് ഇവരെല്ലാവരും.
നമ്മൾ രസികന്മാരായ തറവാടികളാണ് എന്നിവരെക്കുറിച്ചൊരു പരാമർശമുണ്ടല്ലോ, പരീക്ഷയ്ക്കൊരിക്കൽ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അന്ന് അവരുടെ ഇതിവൃത്തവും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു, വളരെ രസകരമായ ഇതിവൃത്തങ്ങളായിരുന്നു. പിന്നെ മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ എഴുതിയിരുന്ന ആദ്യകാലത്ത് 1900 വരെയുള്ള കഥകളെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതാണ് ആദ്യകാല ചെറുകഥകൾ എന്നറിയപ്പെടുന്നത്, 1900 വരെയുള്ള ചെറുകഥകൾ. മംഗലാപുരം സെൻറ്റ് അലോഷ്യസ് കോളേജിലെ മലയാളം പണ്ഡിറ്റായിരുന്നു ഈ മൂർക്കോത്ത് കുമാരൻ എന്ന് പറയുന്നത്. പിന്നെ MRKC ചെക്കുളത്ത് കുഞ്ഞിരാമ മേനോൻ എന്നറിയപ്പെടുന്ന മലബാർ രജിസ്ട്രേഷൻ ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ആദ്യകാല ചെറുകഥാകൃത്തുക്കളെല്ലാം ഇതുപോലെ ഔദ്യോഗിക ജീവിതം വൈദേശികമായ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയോ അതുപോലെ ആൾക്കാരുടെ നൽകുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു. അവർക്ക് വൈദേശിക ഭാഷകൾ അറിയാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്വാധീനത്താലാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പുതിയ സാഹിത്യ രൂപത്തെ സ്വാംശീകരിക്കാനും അത് ആവിഷ്കരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ ഈ ആദ്യകാല മാസികകളിലൂടെയാണ് ആദ്യകാല ചെറുകഥകൾ വരുന്നത്. ഇവർ അമ്പാടി നാരായണ പൊതുവാൾ, MRKC നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൂർക്കോത്ത് കുമാരൻ, ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ, CS ഗോപാലപ്പണിക്കർ, K സുകുമാരൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അപ്പൻ തമ്പുരാൻ, EV കൃഷ്ണപിള്ള, CP അച്യുതമേനോൻ. ഈ EV കൃഷ്ണപിള്ള നമുക്ക് ആദ്യകാല ചെറുകഥാകൃത്തുക്കളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല കേട്ടോ. അദ്ദേഹം 1894 മുതൽ 1938 വരെയാണ് ജീവിച്ചിരുന്നത്. EVയുടെ കൃതികൾ ഹാസ്യലേഖനങ്ങൾ, ഇപ്പോൾ മൂർക്കോത്ത് കുമാരൻ്റെയും EVയുടെയും ചെറുകഥകൾ നമ്മൾ പ്രത്യേകം പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉപഹാസ കഥകളാണ് കൂടുതലും, ഹാസ്യകഥകളാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം പഠിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. ആ രണ്ട് പേരെക്കുറിച്ചും, മൂർക്കോത്ത് കുമാരനെക്കുറിച്ചും EV കൃഷ്ണപിള്ളയെക്കുറിച്ചും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ പുതിയ അല്ലെങ്കിൽ ആദ്യകാല ചെറുകഥാകൃത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ ഞാൻ CS ഗോപാലപ്പണിക്കർ 1872 1930 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ഞാൻ ഈ ആണ്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കാലഘട്ടം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 1872 1930 ആ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നൊരു കഥ. അത് വില്യം ചാർലി എന്നൊരു യുവാവിന് പറ്റിയ അബദ്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഇദ്ദേഹം ജാക്സൺ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിൻ്റെ ലൂസി എന്ന് പറയുന്ന പെങ്ങളുടെ ഫോട്ടോ കണ്ട് ഭ്രമിച്ച് അവളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതും അവസാനം നിർബന്ധത്തിന് ജാക്സൺ പലതവണ പറഞ്ഞിട്ടും ഇദ്ദേഹം ഈ വില്യം ചാർലി ശ്രദ്ധിക്കുന്നതേയില്ല. അവർ പ്രായമായെന്നും ചെറുപ്പകാലത്തുള്ള ഫോട്ടോ ആണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ പറയാൻ സമ്മതിക്കുന്നില്ല. അവസാനം അവരെ നേരിട്ട് കാണുമ്പോഴാണ് ഇയാൾക്ക് പറ്റിയ അമളി മനസ്സിലാകുന്നത്. അങ്ങനെ ഹാസ്യരൂപേണയാണ് അങ്ങനെ ഒരു കഥ. ഞാൻ അതിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CS ഗോപാലപ്പണിക്കരുടെ 1-2 കഥകളെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അതാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്ന കഥയുടെ ഇതിവൃത്തം തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വാസനാവികൃതി എന്ന് പറയുന്നത് ഒരു ഗുണപാഠം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റൊരു കഥ 2 യാചക ബാലന്മാരുടെ കഥയും ഇതുപോലെ തന്നെയാണ്, ഗുണപാഠമാണ് അതിലും ഉൾക്കൊള്ളുന്നത്. ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ മേൽവിലാസം മാറിപ്പോകുന്നത് കൊണ്ട് തെളിയുന്നൊരു കൊലപാതകത്തിൻ്റെ കഥയാണ് മേൽവിലാസം മാറി എന്ന് പറയുന്ന ചെറുകഥയിൽ CS ഗോപാലപ്പണിക്കർ വിശദീകരിക്കുന്നത്. പിന്നെ അതുപോലെ നീളം കുറഞ്ഞ കത്ത് എന്ന് പറഞ്ഞിട്ട് CS ഗോപാലപ്പണിക്കരുടെ തന്നെ ഒരു കൃതിയുണ്ട്. ആ കൃതിയിൽ ഞാൻ ഈ CS ഗോപാലപ്പണിക്കർ മാത്രം പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യകാല ചെറുകഥകളുടെ എല്ലാ സവിശേഷതകളും ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏകദേശം ഉൾപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. നീളം കുറഞ്ഞ കത്ത് എന്ന് പറയുന്ന കഥയിൽ പറയുന്നത് ഒരു വ്യവഹാരത്തിൻ്റെ കഥയാണ്. ഒരു വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസും വഴക്കോ അങ്ങനത്തെ സംഭവമില്ലേ, അതാണ് പറയുന്നത്. പിന്നെ മുതലനായാട്ട് എന്ന് പറഞ്ഞൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പിന്നെ ഒരൊറ്റ സംഭവത്തിൽ മുതലനായിട്ട് വളരെ ശ്രദ്ധേയമായൊരു കഥയാണ് കേട്ടോ. ബാക്കി എല്ലാ കഥകളും എല്ലാവരും ആ കാലത്ത് എഴുതിയതെല്ലാം വളരെ ദൈർഘ്യമുള്ള കഥകളായിരിക്കുമ്പോൾ ഈ മുതലനായാട്ട് എന്ന് പറയുന്ന കഥ മാത്രം ഒരു സംഭവത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്നൊരു കഥയാണ്. അങ്ങനൊരു പ്രത്യേകത ആ കഥയ്ക്കുണ്ട്. അപ്പോൾ ഇത്രയും വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ നമ്മൾ പറയുമ്പോൾ പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഇനിയും ചോദിക്കാവുന്ന ചോദ്യമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും വലിയ
തറവാടികളായ രസികന്മാരായിരുന്നു എന്നുള്ള മട്ടിലുള്ള പരാമർശവും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടു ഇവരെല്ലാവരും തന്നെ നല്ല ഔദ്യോഗിക ജീവിതം നയിച്ചിരുന്ന, പ്രൗഢമായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ കൃതികളിലില്ല ഹാസ്യത്തിൻ്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്ന CS ഗോപാലപ്പണിക്കരുടെ കഥയാണ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്ന ഒരു കഥ അതാണ്. അപ്പോൾ കണ്ടില്ലേ, ആ ജാക്സൺ എന്ന് പറയുന്ന ആൾ എത്ര പറയാൻ ശ്രമിച്ചിട്ടും ഈ ചാർലി മനസ്സിലാക്കാതെ ആ വൃദ്ധയായ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ച് അത് പറയാൻ പോലും സമ്മതിക്കാതെ ആ ചെറുപ്പത്തിലുള്ള ഫോട്ടോ കണ്ടിട്ട് ഇയാൾ ഭ്രമിച്ചു പോകുന്നതാണ്. അപ്പോൾ ആ ഉപഹാസം അതിനകത്തുണ്ട്. ഇത് മൂർക്കോത്തുകുമാരൻ്റെയും അതുപോലെ തന്നെ പിന്നീട് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് മറന്നുപോലെ മറ്റേ EV കൃഷ്ണപിള്ളയുടെയും ഒക്കെ കൃതികളിൽ ഈ ഹാസ്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോടതി മുറികൾ, തീവണ്ടി യാത്ര, മരുമക്കത്തായം, അനാചാരങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത, സ്ത്രീ സമത്വം, മാനുഷികത തുടങ്ങിയ വിഷയങ്ങൾ ശക്തമായി അവർ ചെറുകഥയിൽ ഉൾപ്പെടുത്തി. കഥാപാത്രങ്ങളുടെ വേഷം, രൂപം, ഭാവം ഇവയൊക്കെ വർണ്ണിക്കും. കാട്, തീവണ്ടി, ഇടവഴികൾ, കാഴ്ചകൾ ഇവയെല്ലാം വർണ്ണിക്കപ്പെടും. അതായത് അവർ ഉൾപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും വിവരണാത്മകമായിരിക്കും. ഒന്നാമത്തെ പ്രത്യേകത വളരെ ദൈർഘ്യമുള്ള എന്ന് പറഞ്ഞാൽ വൃദ്ധാസ്ഥൂലത ചെറുകഥയ്ക്ക് ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ വൃദ്ധാസ്ഥൂലമായിരുന്നു ആദ്യകാല ചെറുകഥകൾ. അതായത് 1900 വരെയുള്ള ചെറുകഥകൾ എന്ന് പറഞ്ഞാൽ വൃദ്ധാസ്ഥൂലമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അവർക്ക് മാതൃകകൾ എന്ന് പറയുന്നത് വലുതായിട്ടൊന്നുമില്ല. അവൾ പാശ്ചാത്യ രീതി അനുസരിച്ചിട്ടൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ കുറച്ചൊന്ന് നീണ്ടുപോകും. അതൊന്ന്. പിന്നെ പരിണാമഗുപ്തി, അതായത് ക്ലൈമാക്സ് ഒരു സംഭവമല്ല അവർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുതലനായാട്ട് എന്ന് പറയുന്ന CS ഗോപാലപ്പണിക്കരുടെ കഥയിൽ ഒരു സംഭവം ചിത്രീകരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ K സുമാൻ്റെ ആരാൻ്റെ കുട്ടി എന്ന് പറയുന്ന ചെറുകഥയിലൊക്കെ പല ക്ലൈമാക്സുകളാണ്. അതായത് പരിണാമഗുപ്തി എന്നാണ് അതിൻ്റെ മലയാളം. പല പരിണാമഗുപ്തി നമുക്ക് കാണാം. ഒറ്റ ക്ലൈമാക്സിലൊന്നും തീരില്ല. പല ക്ലൈമാക്സ്, പല സംഭവങ്ങൾ അങ്ങനെ കലർത്തിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ പരിണാമഗുപ്തി സൂക്ഷിക്കും. പല പരിണാമഗുപ്തി നമുക്കതിൽ കാണാം. രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് അപസർപ്പക കഥകളോടൊരു പ്രത്യേക മമതയുണ്ട്. അപസർപ്പക കഥകൾ എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റീവ് കഥകൾ. മേനോക്കിയെ കൊന്നതാര് എന്ന് പറഞ്ഞിട്ടൊരു കഥ എഴുതിയിട്ടുണ്ട് കേട്ടോ. വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരുടെ തന്നെ കഥയാണ് മേനോക്കിയെ കൊന്നതാര് എന്ന് പറഞ്ഞ കഥ. കൃഷ്ണ മേനോക്കിയുടെ മരണവും അനന്തര സംഭവങ്ങളും വ്യക്തമാക്കുന്ന പിന്നെ ഒരു കഥയാണ്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ പോലീസുകാരോടുള്ളൊരു മനോഭാവമൊക്കെ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതൊരു മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ഈ അപസർപ്പക സ്വഭാവം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡിക്റ്റേറ്റീവ് സ്വഭാവമുള്ള കഥകൾ എഴുതാനുള്ളൊരു താല്പര്യമാണ്, അല്ലെങ്കിൽ യക്ഷിക്കഥകൾ എഴുതാനുള്ളൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചിരുന്നു. പിന്നെ കഥാപാത്രങ്ങളെല്ലാം വളരെ പ്രൗഢഗംഭീരന്മാരായ കഥാപാത്രങ്ങളായിരിക്കും. എപ്പോഴും അങ്ങനെയാണ്. പ്രൗഢഗംഭീരന്മാരായ കഥാപാത്രങ്ങളെയാണ് അവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ വ്യവഹാരം അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പിന്നെ കേസും കൂട്ടവും ഒക്കെ ആയിട്ട് പരസ്പരം കേസ് കൊടുക്കലും വഴക്കും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ അവരുടെ ഒരു സ്ഥിരം വിഷയമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഈ ദ്വാരക എന്ന് പറയുന്ന കൃതി, അല്ലെങ്കിൽ ഒരു എടപ്രഭുവിൻ്റെ ദിനസരി എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട് വേങ്ങേൽ കുഞ്ഞിരാമൻ നായൻ്റെ ഒരു എടപ്രഭുവിൻ്റെ ദിനസരി. അത് ഹാസ്യമാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാസ്യത്തിനെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ചെറുകഥകൾ ഗൗരവത്തോടെ രചിക്കപ്പെട്ടവയല്ല എന്ന് MM ബഷീർ സൂചിപ്പിക്കുന്നുണ്ട്. രസിപ്പിക്കാൻ വേണ്ടിയാണ് അവർ കഥ പറഞ്ഞത്. അസ്വാഭാവികത സർവ്വസാധാരണമായിരുന്നു ആ കഥകളിൽ എന്നും എടുത്തു പറയുന്നുണ്ട്. അതായത് ഈ ചെറുകഥാകൃത്തുക്കളൊന്നും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ചെറുകഥാകൃത്തുക്കളും എന്ത് ചെയ്തില്ല, ഗൗരവകരമായൊരു വിഷയം കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാനോ ഒന്നുമല്ല അവർ കഥ എഴുതിയിരുന്നത്. രസിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർക്ക് ഒരു ലക്ഷ്യവും അവരുടെ കഥാരചനയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകൾ നമ്മൾ പറയുമ്പോൾ പറയേണ്ടുന്നത് വിവരണാത്മകമായിരുന്നു. ആ എഴുത്തുകാരെല്ലാവരും പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ ചെറിയ സ്വാധീനത്തിൽ നിന്നാണ് ചെറുകഥകൾ എഴുതി തുടങ്ങുന്നത്. ആനുകാലികങ്ങളിലൂടെയാണ് അവരുടെ കഥകൾ വികസിച്ച് വരുന്നത്. ആദ്യകാലത്തെ ആനുകാലികങ്ങളിലൂടെ അങ്ങനെ വികസിച്ച് വരുന്ന ചെറുകഥകളിൽ ഹാസ്യരസപ്രധാനമായ ചെറുകഥകൾ,
അതുപോലെ തന്നെ അപസർപ്പക സ്വഭാവം പുലർത്തുന്ന ചെറുകഥകൾ, യക്ഷിക്കഥകൾ, പിന്നെ നിരവധി പരിണാമകുട്ടികൾ സൂക്ഷിക്കുന്ന ചെറുകഥകൾ ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതൽ സംഭവങ്ങളും അതുപോലെ തന്നെ ക്ലൈമാക്സുകളും സൂക്ഷിക്കുന്ന ചെറുകഥകൾ, സാരോപദേശ കഥകളുണ്ടായിരുന്നു. സാരോപദേശ കഥകൾ നമ്മുടെ ജാതക കഥകളൊക്കെ ശീലിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സാരോപദേശ കഥകൾ സ്വാഭാവികമാണ്. സാരോപദേശ കഥകളുണ്ടായിരുന്നു. ഉപഹാസം എന്ന് പറയുന്ന അവരുടെ എല്ലാ കഥകളിലും ഹാസ്യം എന്ന് പറയുന്നത് അതിൻ്റെ മേമ്പൊടിയായിട്ട് അവർ ചേർത്തിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിൻ്റെ നോട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇട്ട് തരുന്നതായിരിക്കും. പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല, അതാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരി, ക്ലാസ്സിൽ ചെയ്യുന്നവരെ ജോയിൻ ചെയ്തോളൂ. ജനുവരി 1 മുതൽ രാത്രി 1 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കും.